السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി മൂന്നാം ഭാഗം ഒന്നാം ഘട്ടത്തിലാണ് നമ്മളുള്ളത്. എവിടെയായിരുന്നു നിർത്തിയത് ഓർമ്മയുണ്ടോ? അതിന് വഖഫ്ന ഫി അയ്യ സഫഹത്തിൻ ഔ ഫി അയ്യത്തി സഫഹത്തിൻ വഖഫ്ന? Page number 35. 35. No. 35. سأل المدير سئلت سألك المدرس. سألك المدرس سئلت. അപ്പോൾ അത് കഴിഞ്ഞാണ് ജദ്വൽ ഫിഅൽ മുളാരി അൽ ഫിഅൽ മബ്നിയ്യു ലിൽ മഅലൂം. അൽ മബ്നിയ്യു ലിൽ മഅലൂം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിഅൽ മഅറൂഫ് എന്നർത്ഥം. ഫിഅൽ മഅറൂഫ് അത് മബ്നിയ്യു ലിൽ മഅലൂം അല്ലെങ്കിൽ മബ്നിയ്യു ലിൽ മജ്ഹൂൽ എന്നാണ് അറിയപ്പെടുന്നത്. മബ്നി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റഡ്, ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്, നിർമ്മിക്കപ്പെട്ടത്. അൽ മബ്നിയ്യു ലിൽ മഅലൂം അറിയപ്പെട്ടത്. അപ്പോ മഅറൂഫാണ്, ഫിഅൽ മഅറൂഫാണ്. മബ്നിയ്യു ലിൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത്, കർത്താവ് അറിയപ്പെടാത്തത്. അപ്പൊ അത് മജ്ഹൂൽ, ഫിഅൽ മജ്ഹൂൽ എന്നതിനാണ് അൽ മബ്നിയ്യു അൽ ഫിഅൽ മബ്നിയ്യു ലിൽ മഅലൂം അൽ ഫിഅൽ മബ്നിയ്യു ലിൽ മജ്ഹൂൽ. ഇതാണ് അതിന്റെ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള പേര്. പിന്നെ നായിബുൽ ഫാഇൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. യസ്അലുഹുൽ മുദർരിസു. അപ്പോ യസ്അലുഹു എന്നത് എന്താവും? യുസ്അലു എന്നാവും. യസ്അലുഹു ഹു ആയതുകൊണ്ട് എന്താവും? അത് മുദക്കറാണ്. അപ്പൊ ഹു ആണ് അവിടെ എന്ത് കർമ്മം. അതിനെന്താക്കണം? അതിനെ ബേസ് ചെയ്തിട്ടാണ് നായിബുൽ ഫാഇൽ. ഇപ്പുറത്ത് നായിബ് ഫാഇൽ വന്നത്. യസ്അലുഹു എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റ് ആണ്. ഇപ്പുറത്ത് മബ്നിയ്യുൽ മജ്ഹൂൽ ആകുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, വീട് വരുന്നത്. അപ്പൊ യുസ്അലു ളമീർ മുസ്തത്തിറാണ്. അപ്പൊ അതിന്റെ നായിബുൽ ഫാഇൽ എന്താണ്? അകത്തുള്ള സർവനാമമാണ്. മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ ഹിഡൻ. ളമീർ മുസ്തത്തിർ ഹിഡൻ പ്രോനൗൺ. യസ്അലുഹും. അപ്പൊ യസ്അലുവിന്റെ ഒബ്ജക്റ്റ് ഹുമ്മാണ്. അപ്പൊ ഹുമ്മിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ക്രിയ വരേണ്ടത്. അപ്പോ എന്താവും? യുസ്അലൂന. അപ്പൊ അവിടെ നായിബുൽ ഫാഇൽ നമ്മൾ പറയും, പണ്ട് പഠിച്ചിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പറയുന്ന അതിനകത്തുള്ള ഹുമ്മാണെന്ന് പറയും. ശരിക്കും അതിന് ഗ്രാമറ്റിക്കലായിട്ട് എന്താണ് ശരിക്കും? വാവുൾ ജമ്മു മുദക്കർ സാലിം ആകുമ്പോൾ വാവാണ് അതിലെ എന്ത് നായിബുൽ ഫാഇൽ. ജമ്മു മുദക്കർ സാലിം അല്ല, എന്താണ് പറയാ? അൽ ഖംസ. അഫ്ആൽ ഖംസ യഫ്അലൂന, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന, യഫ്അലൂന, തഫ്അലൂന, തഫ്അലാനി, തഫ്അലീന. പിന്നെന്താ? യഫ്അലൂന, തഫ്അലൂന രണ്ടെണ്ണം. പിന്നെ യഫ്അലാനി, തഫ്അലാനി രണ്ടെണ്ണം. അപ്പൊ 4. പിന്നെ തഫ്അലീന 5. അപ്പോ അഫ്ആൽ ഖംസ വരുമ്പോൾ യഫ്അലൂന തഫ്അലൂനയിലും എന്താണ്? വാവാണ് നായിബുൽ ഫാഇൽ. യഫ്അലൂനയിലും തഫ്അലൂനയിലും വാവാണ് നായിബുൽ ഫാഇൽ, മജ്ഹൂലാണ്. അപ്പൊ യുസ്അലൂന. അപ്പൊ എന്തായി? വാവ് നായിബുൽ ഫാഇലാവും.
യുസ്അലൂന. അപ്പൊ ഹുമ്മല്ലേ വരിക? ഹുന്നല്ലേ പറയാ? അതെ, ഹും ആയതുകൊണ്ടാണ് യുസ്അലൂന വരുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചത് എന്താണ്? അതിനകത്തുള്ള ഹും സർവനാമമാണ് അതിന്റെ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പൊ നായിബുൽ ഫായിലാകുമ്പോ ഹുമ്മാണ്. പക്ഷെ ഹുമ്മിന് പകരമായിട്ട് എന്തുണ്ട്? അതിൽ വാവുൽ ജമാഅത്താണ്. ഗ്രമറ്റിക്കലി അതാണ് ശരിക്കും അതിന്റെ പേര്. വ്യാകരണപരമായിട്ട് എന്താണ്? നമ്മൾ നേരത്തെ ഫഅൽതു എന്ന് പറഞ്ഞപ്പോ താ ആണെന്ന് പറഞ്ഞില്ലേ? നമ്മൾ പഠിച്ചത് അനയെന്നല്ലേ? ആ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്? വാവാണ് നായിബ് ഫായിൽ. നമ്മൾ ഹിഡൻ പ്രോനൗൺ, അതിനകത്തുള്ള സർവനാമം എന്ന് പറഞ്ഞിടത്തൊക്കെയും വ്യാകരണപരമായി അതിന് വേറൊരു സംഭവം ഉണ്ട്. ഒരക്ഷരം എടുക്കും, ആ അക്ഷരത്തെയാണ് പറയുന്നത്. അപ്പൊ യുസ്അലൂന അഫ്ആൽ ഹംസയില് യഫ്അലൂനയും തഫ്അലൂനയും വരുമ്പോ എന്താവും? വാവിനെയാണ് ഇതാകുന്നത്. അതിന്റെ സർവനാമത്തിന്റെ അടയാളമായിട്ട് എടുക്കുന്നത്. ആ വാവാണ് നായിബുൽ ഫായിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ നായും തായും തുന്നയൊക്കെ പറഞ്ഞില്ലേ? അവിടെയൊക്കെ നമ്മൾ പറയാ സുൽത്തുന്ന എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അൻതുന്നയാണെന്ന് പറയും. സുൽത്തു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അനയാണെന്ന് പറയും. സുഇൽന എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നഹ്നു ആണെന്ന് പറയും. പക്ഷേ ഗ്രാമറിൽ എടുക്കുമ്പോഴത്തേക്കും നായും തായും ഇതൊക്കെയാണ് അതിന്റെ അടയാളമായിട്ട് എടുക്കുന്നത്. നമ്മളവിടെ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലി പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, യസ്അലു ഹൽ അബു. യസ്അലു ഹ, അവളോട് ചോദിക്കും. അപ്പൊ ഹായാണ് അവിടെ ഒബ്ജക്റ്റ്. അപ്പൊ എന്ത് വേണം? ആ സ്ത്രീലിംഗത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യേണ്ടത്? മജ്ഹൂൽ ഉണ്ടാക്കുന്നത്. അപ്പൊ തുസ്അൽ, അവൾ ചോദിക്കപ്പെടും. അപ്പൊ എന്ത് പറയും അവിടെ? ദമീർ മുസ്തത്തിറാണ്, അതിനകത്തുള്ള സർവനാമമാണ് നായിബുൽ ഫായിൽ എന്ന് പറയാം. യസ്അലു ഹുന്നൽ അബു എന്ന് പറയുമ്പോൾ ഹുന്നയാണ് അവിടെ മഫ്ഊലുൻ ബിഹി. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഫെയിൽ ഉണ്ടാക്കേണ്ടത്. യുസ്അൽന, യുസ്അൽന, ആ പെണ്ണുങ്ങൾ ചോദിക്കപ്പെടും. യുസ്അൽന. അപ്പൊ എന്താണ് അവിടെ? എന്ത് ന്യൂനെന്ന് പറയും? ന്യൂനു നിസ്വത്ത് എന്നാണ് അതിന്റെ പേര്. ന്യൂനു നിസ്വത്ത്. നിസ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളുടെ ആ, നിസ്വത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. വഖാല നിസ്വത്തും ഫിൽ മദീന. നിസ്വത്തും ഫിൽ മദീന എന്ന് പറയും. മദീനയിലെ പെണ്ണുങ്ങൾ. ഏത് മദീനയിലെ പെണ്ണുങ്ങളായിരുന്നു? അതെയാണ് യൂസുഫ് നബി ആ, അവിടുത്തെ ഈജിപ്തിലെ മദീനയിലെ പെണ്ണുങ്ങൾ. അപ്പൊ നിസ്വത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നിസ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രാമർ പറയുമ്പോൾ അധികം പറയല് ന്യൂനൻ നിസ്വത്ത് എന്നാ പറയും. പെണ്ണുങ്ങളുടെ ന്യൂനം ഒറ്റവാക്കി പറഞ്ഞാൽ ബഹുവചനത്തിന്റെ, സ്ത്രീകളുടെ ബഹുവചനത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ന്യൂനെന്നായി. ജന്മ മുഅന്നസ് എന്ന് പറയണ്ട, ന്യൂനൻ നിസ്വത്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ യുസ്അൽന, ആ പെണ്ണുങ്ങൾ ചോദിക്കപ്പെടും. യസ്അലുക്കൽ മുദീറു വരുമ്പോഴെന്തായി? നീ ചോദിക്കപ്പെടും. അല്ലെങ്കിൽ യസ്അലുക, നിന്നോട് ചോദിക്കും. അപ്പോൾ കായാണ് മഫ്ഊലുൻ ബിഹി. അത് അനുസരിച്ചാണ് ക്രിയ ഉണ്ടാക്കേണ്ടത്. തുസ്അലു എന്നാണ് വരിക. നീ ചോദിക്കപ്പെടും. അപ്പൊ അതിൽ ദമീർ മുസ്തത്തിർ എന്നാണ് പറയുക. അത് അടങ്ങിയിരിക്കുന്ന, മറിഞ്ഞിരിക്കുന്ന സർവനാമം. യസ്അലു കുമുൽ മുദർരിസു. അപ്പൊ കും വന്നു. അപ്പൊ എന്ത് വരും? നിങ്ങളാണ് ഒബ്ജക്റ്റ്. അപ്പോ തുസ്അലൂന, നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ യുസ്അലൂന, തുസ്അലൂന, അല്ലെങ്കിൽ യസ്അലൂന, യസ്അലൂന, തസ്അലൂന വരുമ്പോൾ വാവുൽ ജമാഅത്താണ്. എന്ത്? വാവുൽ ജമാഅത്താണ് നായിബുൽ ഫായിൽ. വാവുൽ ജമാഅത്ത്. ജമാഅത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം അല്ല കേട്ടോ, അവിടെ സ്ഥാനം ഉണ്ടെങ്കിൽ. കാരണം വാവുൽ ജമാ എന്നുള്ള പ്രയോഗമുണ്ട്. അത് ജമാഅത്ത്, സംഘം എന്നാണ്. വാവുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിന്റെ വാവ് എന്നർത്ഥം.
യസ് അലുക്കി അല്ലബു. യസ് അലുക്കി നീയാകുന്ന പെണ്ണിനോട് ആ അപ്പ ചോദിക്കും. അപ്പൊ തുസ് അലീന തുസ് അലീന തസ് അലാനി തസ് അലീന തസ് അലീന പറയുന്ന പോലെ തസ് അലീന എന്നാണ് അതിലെ എന്ത് ദ്വിവചനത്തിന്റെ സ്ത്രീലിംഗ ദ്വിവചനത്തിന്റെ മാറൂഫ്. സ്ത്രീലിംഗ ദ്വിവചനത്തിന്റെ മാറൂഫ് തസ് അലീന എന്നാണ്. അതിനെന്താവും മജ്ഹൂലാക്കുമ്പോ തുസ് അലീന എന്ന് വരും. അവിടെ യസ് അലുക്കി എന്ന് പറഞ്ഞത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അൻതി ആണ് അവിടെ വരുന്നത്. മജ്ഹൂലായിട്ട് വരുമ്പോൾ അൻതി ആണ് വരുന്നത്. അപ്പൊ എന്ത് പറയും അവിടെ? അത് ഏത് അക്ഷരത്തെ എടുക്കുക? ഇവിടെ ഈ ഇതിന്റെ സർവനാമത്തിന്റെ അടയാളം പഠിക്കാൻ നല്ലൊരു സംഗതി കൂടിയാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ അവിടെ തുസ് അലീനയിൽ യാ ആണ്. ഈ യാന് അപ്പൊ നമ്മൾ വാവുൽ ജമാഅത്ത് എന്ന് പറഞ്ഞു, നൂനുൻ നിസ്വത്ത് എന്ന് പറഞ്ഞു. ഈ യാന് എന്ത് പേര് പറയാൻ? ജമാഅത്ത് എന്ന് പറയാമോ? അല്ലല്ല, ഇത് ജമാഅത്താണോ തുസ് അലീന എന്ന് പറയുന്നത്? അല്ല, നീ ഒരു സ്ത്രീയാണ്. അതെ, രണ്ടെണ്ണമാണ്, രണ്ട് പെണ്ണുങ്ങളാ. അല്ല, അല്ലല്ലോ. നീ ഒരു സ്ത്രീ. സോറി, രണ്ടല്ല, നീ ഒരു സ്ത്രീയാണ്. നീ ഒരു സ്ത്രീയാണ്. അപ്പൊ എന്ത് പറയും? അപ്പൊ യാവുൽ നിസ്വത്തോ? നിസ്വത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളായി പോയില്ലേ? യാവുൽ മുഫ്രദ് അല്ല, യാവുൽ ഇംറ. യാഉൽ മുഖാത്തബത്ത്. മുഖാത്തബത്ത് മുഖാത്തബത്ത് എന്ന് പറയുമ്പോ അഭിസംബോധിതയായ ഒരു പെണ്ണ്. അഭിസംബോധിതയായ ഒരു പെണ്ണ്. ഖാത്തബ അഭിസംബോധന ചെയ്തു. പക്ഷെ ഇവിടെ അഭിസംബോധന നടക്കുന്നുണ്ടോ? തുസ് അലീന, നീ ഒരു പെണ്ണ് ചോദിക്കപ്പെടും. അതായത് അഭിസംബോധിത എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പെണ്ണ്, സംസാരം നേരിട്ട് കേൾക്കുന്ന ഒരു പെണ്ണ്. തസ് അലീന, നീ ഒരു പെണ്ണ് ചോദിക്കുന്നു. തുസ് അലീന, നീ ഒരു പെണ്ണ് ചോദിക്കപ്പെടുന്നു. ജാഉൽ മുഖാത്തബത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല എന്ന് എനിക്കറിയില്ല. ജാഉൽ മുഖാത്തബത്ത് എന്നാണ് നമ്മൾ പഠിച്ചത്. വാവുൽ ജമാഅത്ത്, നൂനുൻ നിസ്വത്ത്, വാവുൽ വാവുൽ ജമാഅത്ത് അല്ല, വാവുൽ ജമാഅത്ത് യാഉൽ മുഖാത്തബത്ത്. യാഉൽ മുഖാത്തബത്ത്, അൽ മുഖാത്തബത്തി, യാഉൽ മുഖാത്തബത്തി, തി യാഉൽ മുഖാത്തബത്തി. താവുണ്ട്, ആ താകളായിരുന്നു. തായാണ് അവിടെ സ്ത്രീലിംഗം എന്നതിനെ കാണിക്കുന്നത്. അതേപോലെ യസ് അലുക്കുന്ന, യസ് അലുക്കുന്ന, നിങ്ങളാകുന്ന പെണ്ണുങ്ങളോട്. അപ്പൊ തുസ്അൽനയാണ് പെണ്ണുങ്ങൾ, പെണ്ണുങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ ഏതാണ് വാവ്? എന്താ പറയാ, നായിബുൽ ഫാഇൽ ഏതാണ്? നൂനുൻ നിസ്വത്ത്. അതേപോലെ യസ് അലുനി അൽ മുദരിസു, മുദരിസ് എന്നോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഉസ്അലു, ഞാൻ ചോദിക്കപ്പെടും. ഉസ്അലു, ഞാൻ ചോദിക്കും. യസ് അലുനി, എന്നോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കപ്പെടും. ഉസ്അലു, അവിടെ ലമീർ മുസ്തതിറാണ്. മുസ്തതിർ എവിടെയൊക്കെ വരുന്നത്? ഏകവചനം വരുന്നിടത്തൊക്കെ, ഏകവചനം വരുന്നിടത്ത് എല്ലാം എന്ന് പറയാൻ പറ്റില്ല. അതായത് അവസാനം മാറി വരാത്തിടത്തൊക്കെ സർവനാമമാണ്, ലമീർ മുസ്തതിറാണ്. അന്ത്യത്തിൽ മാറ്റം വരാത്തുള്ളതുണ്ടല്ലോ, യുസ്അലു, തുസ്അലു, തുസ്അലു, ഉസ്അലു, ഉസ്അലു, നുസ്അലു. അവിടെയൊക്കെ എന്താണ് അവിടെ നിന്നും അന്ത്യത്തിൽ മാറ്റം വരുന്നത്. അന്ത്യത്തിൽ മാറ്റം വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്?
യഫ്അൽന അല്ലെങ്കിൽ തുസ്അൽന ആണെങ്കിൽ നൂനുൻ നിസ്വത്ത്, യുസ്അൽന ആണെങ്കിലും നൂനുൻ നിസ്വത്ത്, തുസ്അലീന ആണെങ്കിൽ നൂനുൻ നിസ്വത്ത്. ഓക്കെ. അതേപോലെ തുസ്അലീന ഈനയാണ് വരുന്നതെങ്കിൽ ജാഉൽ മുഖാത്തബ്, മുഖാത്തബത്ത്, യാഉൽ മുഖാത്തബത്ത്, യാഉൽ മുഖാത്തബത്ത്, യാഉൽ മുഖാത്തബത്തി. ഊന ആണ് വരുന്നതെങ്കിൽ വാവുൽ ജമാഅത്തി. ഈനയാണ് വരുന്നതെങ്കിൽ യാഉൽ മുഖാത്തബത്ത്, ഊനയാണ് വരുന്നതെങ്കിൽ വാവുൽ ജമാഅത്ത്. സുക്കൂനും നൂനുമാണ് വരുന്നതെങ്കിൽ തൊട്ട് മുമ്പുള്ള നൂനുൻ നിസ്വത്ത്, നൂനുൻ നിസ്വത്ത് സാക്കിന. അൽന പോലെ സുക്കൂനും നൂനുമാണ് വരുന്നത്. നൂനും തൊട്ട് മുമ്പുള്ളതിന് സുക്കൂനുമാണെങ്കിൽ നൂനുൻ നിസ്വത്ത്. ലാസ്റ്റ് വായിച്ചില്ല. യസ്അലുന ഞങ്ങളോട് അൽ മുദരിസ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നുസ്അലു ഞങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ ദമീർ മുസ്തത്തിർ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ തന്നെ ഉറക്കം തുടങ്ങിയ മൈക്ക് ഓഫ് ചെയ്യാതെ. നിങ്ങളെ വാഴ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ എന്റെ ചെവിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം ചെറിയ ശബ്ദം വരെ ഇവിടെ ചെവിയിൽ കേൾക്കും. അയ്യിൻ നാഇബൽ ഫാഇലി ഫീമാ യഅതി വൈദൽ മൗഊദതു സുഇലത്. സുഇലത്ത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അപ്പോ ഹിയ, അപ്പൊ അതായത് സുഇലത്ത്. അപ്പൊ അല്ല, താ പറയില്ല, അത് ഏകവചനം ആയതുകൊണ്ട് താ പറയില്ല. ലമീർ മുസ്തത്തിറാണ്. ഏകവചനം ആയതുകൊണ്ടല്ല, ലമീർ മുസ്തത്തിർ എന്നാ പറയും. അതായത് തായ്ക്ക് അടയാളമുള്ളതാണെങ്കിൽ ആ തായ് എടുക്കും. അവിടെ നോക്കിയാല് തായ്ക്ക് അടയാളമുള്ളത് നോക്കിയേ. സുഇൽത, സുഇൽതും, അപ്പൊ എന്താണ്? തുമ്മാണ്. സുഇൽതി, അവിടെ എന്താണ്? താ ആണ്. അതേസമയം താന് സുക്കൂനാണെങ്കിൽ ലമീർ മുസ്തത്തിർ എന്നാ പറയാ. ഓക്കെ. ബാക്കിയെല്ലാം അന്ത്യം മാറി വരുന്നത് നോക്കിയാൽ മതി. മാളിയില് മുതാരിയിലും മുതാരിയും മൊത്തത്തിൽ അന്ത്യത്തിൽ മാറ്റമുള്ളതിനാണ് മാത്രമേ അന്ത്യത്തിൽ അടയാളം എടുക്കുള്ളൂ. ഇവിടെ സ്ത്രീലിംഗ ഏകവചനത്തിൽ മാത്രമേ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അവിടെയാണ് സുക്കൂൻ വരുന്നത്. തഹത്ത് അവിടെ ലമീർ മുസ്തത്തിറാണ്. ബാക്കി എല്ലാത്തിലും അവസാനത്ത് വരുന്ന അടയാളങ്ങളാണ് അല്ലെങ്കിൽ അക്ഷരങ്ങളാണ് എടുക്കുക. ഉദത്ത് സുഇലത്ത്. ബിഅയ്യി ദംബിൻ ഖുതിലത്, അവിടെ എന്താണ്? മാഹിയ ലമീർ ഹുവയാണ്. ഖുതിലത്തിലും സുഇലത്തിലും എന്താണുള്ളത്? ലമീർ ഹിയയാണ്. ലമീർ മുസ്തത്തിർ എന്തായിരിക്കും അവിടെ? ഹിയ ആയിരിക്കും. ولا تقولوا لمن يقتل في سبيل الله يقتل. ലമീർ മുസ്തത്തിർ ഹുവ. ولا تسألون عما كانوا يعملون. വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്ത് അൻതുമാണ്. അപ്പൊ വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചോദിക്കപ്പെടും. പെൺകുട്ടികളോട് ചോദിക്കപ്പെടും, എന്ത് കുറ്റത്തിനാണ് നിങ്ങൾ വധിക്കപ്പെട്ടത്? നീ എന്ത് കുറ്റത്തിനാണ്, അവൾ എന്ത് കുറ്റത്തിനാണ് വധിക്കപ്പെട്ടത് എന്ന് കുഴിച്ചു മൂടപ്പെടുന്ന മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുന്ന സന്ദർഭം, അല്ലെങ്കിൽ ചോദിക്കപ്പെട്ടാൽ. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. എന്താ? അള്ളാഹിന്റെ വലാ തഖൂലു, നീ പറയരുത്,
ലിമൻ യുക്തലു കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവരെ കൊല്ലപ്പെട്ടത് എന്ന് പറയരുത്, പറയും. ആ വധിക്കപ്പെട്ടവരെന്ന് പറയരുത്. ഈ അള്ളാന്റെ എന്ന് പറയണോ അള്ളാഹുവിന്റെ എന്ന് പറയണം? എന്തും പറയാൻ വേണമെങ്കിൽ. നമ്മൾ പറയുമ്പോ റസൂലിന്റെ എന്ന് പറയുമ്പോ എന്താ പറയല്? റസൂലുവിന്റെ എന്നാണ് പറയല്. റസൂലുവിന്റെ അല്ല റസൂൽ അല്ല അത് റസൂലിന്റെ അല്ല ഓരോ വേർഡിനനുസരിച്ചല്ലേ അങ്ങനെ മലയാളം പറയുമ്പോ വരിക. റസൂലിന്റെ, അതെ റസൂലിന്, റസൂലിന്റെ പറയും. റസൂൽ പറഞ്ഞു, റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലു പറഞ്ഞു എന്ന് പറയില്ല. അള്ളാഹുവിന്റെ എന്ന് പറയുമ്പോ അങ്ങനെ പറയാറുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വേറെ ഒരു ഭാഷയിലും അങ്ങനെയില്ല. അള്ളാഹ് സുബ്ഹാനഹു വ തആല അള്ളാഹ് തആല ഫർമാത്ത ഹൈ എന്ന് പറയും. അപ്പൊ അള്ളാഹ് തആല എന്ന് പറയും. അള്ളാഹു തആല എന്ന് ഉറുദു പറയില്ല. അല്ലാഹ് തആല ഫർമാത്ത ഹൈ എന്ന്. അള്ളാഹ് സെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അള്ളാഹു സെഡ് എന്ന് പറയില്ല. നമ്മൾ മാറ്റി ഉപയോഗിച്ച് നോക്കുക. അല്ല ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താണ്? അള്ളാഹു സെഡ് എന്ന് പറയത്തില്ല. അള്ളാഹു സെഡ് എന്ന് പറയും. അള്ളാഹ് സെഡ് എന്നല്ലേ പറയുള്ളൂ. ആ ഓക്കെ ഓക്കെ. അള്ളാഹ് സെഡ്, അള്ളാഹ് പറഞ്ഞു എന്ന് പറയുമ്പോ അള്ളാഹ് സുബ്ഹാനഹു വ തആല സെഡ് ദാറ്റ്. അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അല്ല നിർബന്ധമായിട്ട് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട്, നേരെ തിരിച്ചും പറയുന്നുണ്ട്. നമ്മളൊന്ന് മാറ്റി നോക്കുക, ജനങ്ങൾ മാറ്റം മനസ്സിലാകട്ടെ. അത് മൊത്തത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനൊരു സംഭവം കൂടിയാണ്. കാരണം നമ്മൾ ചില സംഗതികൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു എന്താന്ന് പറയാം, ഒരു ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെയും നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതെ നമുക്ക് അതെ വരണം. അതെ. അല്ല നമ്മൾ പഴയത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒന്നും മാറ്റാൻ പറ്റില്ല. ചില ആൾക്ക് പഴയ പണ്ട് പഠിച്ചൊന്നും മറക്കൂല, പുതിയൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞു വരിക. അപ്പൊ പണ്ട് പഠിച്ചത് മറക്കുന്നില്ലെങ്കിൽ പുതിയ പഠിക്കാൻ പറ്റില്ല. നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടല്ലേ ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ല മാറ്റാതിരിക്കുന്ന ചില അല്ല നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ ഇതിങ്ങനെ നിങ്ങൾ കർശനമായിട്ട് മാറ്റണമെന്ന് പറയാൻ നമ്മൾ അങ്ങനെ പറയണ്ട. കാരണം എന്താണ്, പണ്ഡിതന്മാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. മലയാള പണ്ഡിതന്മാരാണെങ്കിലും അവരും പണ്ഡിതന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, നമ്മൾ ആരും കുറ്റമൊന്നും പറയണ്ട. ഇങ്ങനെ ഉപയോഗിക്കാം, ഞാൻ അങ്ങനെ ഉപയോഗിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അവർ ചിന്തിക്കും, അങ്ങനെയാണല്ലോ. ഞാൻ കുറെ നാൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് ഒരാളെങ്കിലും ചോദിച്ചു, അങ്ങനെയാണോ പറയേണ്ടത്? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം അങ്ങനെ പറയാം. ഓക്കെ. അടുത്തത് വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. എന്താർത്ഥം? നീ ഏതൊന്നാണോ പ്രവർത്തിച്ചത് അതിനെ കുറിച്ച് നിന്നോട് അവർ എന്തിനെ കുറിച്ചാണ് എന്താണോ പ്രവർത്തിച്ചത് നിന്നോട് ചോദിക്കപ്പെടുകയില്ല. അവരുടെ ചുരുക്കി പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടില്ല. നീ ചോദിക്കപ്പെടുകയില്ല. അതെ, നിങ്ങൾ ചോദിക്കപ്പെടും. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. കഴിഞ്ഞവർ കഴിഞ്ഞു, പോയവർ പോയി, പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചു. അവരെ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല. അതിന് തൊട്ടുമുള്ള ആയതെന്ന് പറഞ്ഞാൽ അം കുന്തും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി. അതിന്റെ കണ്ടിന്യൂഷൻ അത്. അതിന്റെ കണ്ടിന്യൂഷൻ. ഇതൊക്കെ ഓർമ്മ ഞാൻ നിങ്ങളെ പിന്നീട് നമസ്കരിച്ചിട്ടുണ്ട്. ലുക്മാൻ സാഹിബിന്റെ പിന്നീട് ഞാൻ നമസ്കരിച്ചിട്ടുണ്ടെന്ന്. ശരിയാ ഉസ്താദ് അവിടെ കാര്യവട്ടത്തെ ക്ലാസ് എടുക്കാൻ വന്നല്ലോ. കോവിഡിന് മുമ്പ് ഉസ്താദെ. അതെ അതെ, കോവിഡിന് മുമ്പ് ലുക്മാൻ സാഹിബ് ഉള്ള സ്ഥലത്ത് നമ്മൾ അവിടെ അണ്ടർസ്റ്റാൻഡ് കൂടാൻ ക്ലാസ് എടുത്തോണ്ടിരുന്നു. ആ ബാച്ചിൽ നിന്ന് കിട്ടിയ ഒരു അസറ്റാണ് ലുക്മാൻ സാഹിബ്. നമ്മൾ എത്ര സ്ട്രെയിൻ അവിടെ ചെലവഴിച്ചാലും ഒരു നഷ്ടമില്ല. ഒരാളെ കിട്ടിയല്ലോ, അതൊരു സിവിൽ എഞ്ചിനീയർ ആണ്. എന്തായിരുന്നു നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ? ഞാൻ ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത. മാഷാ അല്ലാ, മാഷാ അല്ലാ. ചീഫ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാ. ഇപ്പോഴും ഞാൻ വലിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒക്കെ ഡിസൈൻ ചെയ്യും. അന്നേരം ഒരു കമ്പനിയിൽ
വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ട്രീറ്റ്മെന്റ് ഈ പ്ലാൻ നദിയിൽ അല്ലേ? നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിക്കുന്ന വർക്കലയുടെ ഒക്കെ വർക്കുകളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. വർക്കലയിലൊക്കെ ഉണ്ടല്ലേ? വർക്കലയുടെ പണ്ട് വേസ്റ്റ് നേരത്തെ ചെയ്ത 190 ലക്ഷം ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പിന്നെ നമ്മളാ ആലങ്കോടും നഗരൂർ പോകുന്ന റോഡിലാണ് അതിന്റെ പ്ലാന്റ്. ഇപ്പം പുതിയ ഒരെണ്ണം വരുന്നുണ്ട്. ഇപ്പോഴ് വർക്കലയിലോട്ട് കല്ലമ്പലത്ത് നിന്ന് വർക്കലയിലോട്ട് വരുന്ന വഴിയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. PH വേസ്റ്റ് സെന്റർ വാട്ടർ ആണോ? വേസ്റ്റ് അല്ലല്ല, വാട്ടർ ശുദ്ധീകരിക്കോ? ഫ്രഷ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ. നദിയിൽ ഡ്രിങ്കിങ് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള അല്ലേ? അത് തന്നെ, നദിയിൽ നിന്നും വെള്ളം എടുത്ത് അതിൻ്റെ ഒരുപാട് ചെളി കാണത്തില്ലേ, അതിലെ ചെളിയൊക്കെ അടിച്ചിട്ട് ട്രീറ്റ് ചെയ്ത് ഫിൽട്ടർ പ്ലാന്റ് വഴി കയറ്റി വിടും. വലിയ കപ്പാസിറ്റിയൊക്കെ. തിരുവനന്തപുരത്ത് 4000 ലക്ഷം ലിറ്റർ ആണ് മൊത്തം കപ്പാസിറ്റി തിരുവനന്തപുരത്ത്. അപ്പൊ അതിന്റെ പ്ലാന്റിന്റെ ഡിസൈനിങ് ആണ് നിങ്ങൾ അല്ലേ? പ്ലാന്റ് ഡിസൈൻ, പിന്നെ വലിയ വാട്ടർ ടാങ്കിന്റെ ഒക്കെ ഡിസൈൻ, അതൊക്കെയാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അല്ലാണ്ട് വേസ്റ്റ് വാട്ടർ അല്ല അല്ലേ? വേസ്റ്റ് വാട്ടർ ചെയ്യും, പക്ഷെ വേസ്റ്റ് വാട്ടർ വലുതായിട്ട് ഒരുപാട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. മുട്ടത്തറയിലെ നമ്മളവിടെ പ്ലാന്റ്, ഒരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കുറച്ച് ചെയ്തിട്ടുണ്ട്. കാര്യവട്ടത്ത് നമ്മൾ ഒരുപാട് എഫർട്ട് ചെലവഴിച്ച ഒരു സ്ഥലമാണ്. ഒരുപാട്. അപ്പൊ അതില് ഒരു സ്റ്റുഡന്റിനെ കിട്ടിയാൽ അത് വലിയൊരു അസറ്റാണ്. അതിന്റെ അദ്ദേഹത്തെ എന്റെ സ്ഥാപകനെ ഞാൻ കണ്ടിരുന്നു. റഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബ്. അതുവഴിയാണല്ലോ യാത്ര ചെയ്യുന്നത്. നമ്മൾ സിറ്റിയിലേക്ക് പോകുമ്പോഴേ പെരുമാൾ വഴിയാ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട് അവിടെ, അദ്ദേഹത്തിന് താമസിക്കുന്ന അവിടെ ഒരു ക്ലിനിക് ഉണ്ട്. ആ പെരുമാൾ പള്ളി. ഞാൻ കണ്ട്. അൽഷിഫ എന്നോ അങ്ങനെ എന്തോ പേരാ. അൽഷിഫ ക്ലിനിക്. അതെ, അദ്ദേഹത്തിന്റെ മകളാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, വൈഫ്. വൈഫാണ്. അവര് MBBS ഡോക്ടറാ. MBBS ഡോക്ടറാണ്. ഓക്കെ. അടുത്തത് പറഞ്ഞത് ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അൽ-അംബിയാഇൽ. ലാ യുസ്അലു അമ്മാ യഫ്അലു. അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഈ ചോദ്യം വഹും യുസ്അലൂൻ. ചെയ്യപ്പെടുകയില്ല. അവർ ചോദിക്കപ്പെടുന്നവരാണ്. ലാ യുസ്അലു, അവൻ ചോദിക്കപ്പെടുകയില്ല. അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിച്ചത്, അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. വഹും യുസ്അലൂൻ, അവരൊക്കെയും ചോദിക്കപ്പെടുന്നവരാണ്. അതെന്തായാലും അർത്ഥം വരുന്നപ്പോ അത് സന്ദർഭം വായിച്ചു നോക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അൽ-അംബിയ 23. അൽ-അംബിയ 23. ഓക്കെ. അടുത്തത് 5. അഫലാ യൻദുറൂന ഇലൽ ഇബിലി. അവിടെ എന്താണ് പിന്നെ നായിബുൽ ഫാഇൽ വലാ യുസ്അലു. ലമീർ മുസ്തതിർ ഹുവ. ലമീർ മുസ്തതിർ ഹുവ. അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അതില് വാവുൽ ജമാഅ. ഉസ്താദ്, ഈ ക്രിയയിലുള്ള പിന്നെ നായിബുൽ ഫായിലാണോ അതോ അവിടെ രണ്ടും നായിബുൽ ഫായിലായിരുന്നു? അഷ്റഫ് സാഹിബ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അഷ്റഫ് സാഹിബ് ഇവിടെ ഉണ്ടായിരുന്നു. കേൾക്കില്ല. അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്രിയയിലുള്ള നായിബുൽ ഫായിലിനെ കുറിച്ചല്ല. ക്രിയയിലുള്ള സർവനാമമാണ് അതിന്റെ നായിബുൽ ഫായില്. നമ്മൾ ലമീർ മുസ്തതിർ എന്ന് പറഞ്ഞില്ലേ, ലാ യുസ്അലു എന്ന് പറഞ്ഞതില് ലമീർ മുസ്തതിർ ആണ് അതില് നായിബുൽ ഫായിൽ. അല്ലാതെ ഒരു നായിബുൽ ഫായിൽ ഉണ്ടല്ലോ, വൈദൽ മൗഊദത്ത് എന്ന് പറയുന്നത് നായിബുൽ ഫായിൽ. വൈദൽ മൗഊദത്ത് എന്നതില് നായിബുൽ ഫായിൽ. അതായത് അവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഇവിടെ വൈദൽ മൗഊദത്തു പിന്നെ സുഇലത്ത് എന്ന് പറയുമ്പോൾ ആ ഇസ്മ എന്താണ് മുൻകടന്നിരിക്കുന്നു. പിന്നെയാണ് ഫേല് വരുന്നത്. പിന്നെ ഫേല് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിനകത്തുള്ള നായിബുൽ ഫായിലാണെന്നേ പറയുള്ളൂ. ജാഅ റജുലു എന്ന് പറഞ്ഞാൽ
ഫായിൽ ആരാണ്? റജുല്. റജിലാണ്. കാരണം എന്താണ്? ഫിഅൽ ആദ്യം വന്നിട്ട് പിന്നെ ഫായിൽ വരിക എന്നതാണ് അതിന്റെ ക്രമം, ഉം. അല്ലേ? അതേസമയം അർ-റജുലു ജാഅ എന്ന് പറഞ്ഞാലോ റജുലു. ആ അപ്പൊ റജുലനല്ലേ? അപ്പോഴും റജുൽ തന്നെയാണ്. പക്ഷെ അർ-റജുലു ജാഅ എന്ന് പറഞ്ഞാൽ റജുലൻ മുൻകടന്നു പോയി. ഉം. പിന്നെ ജാഅ വന്നാൽ ജാഅയുടെ അകത്തുള്ള സർവ്വനാമമാണ് ഫായിൽ തന്നെ പറയാ. അർ-റജുലു ജാഅ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫിഅല് അല്ല, ജുംല ഫഇലിയാണോ ഇസ്മിയാണോ? അത് ഇസ്മിയ. ഇസ്മി. ഇസ്മിയാണ്. അപ്പൊ എന്താണ്? അർ-റജുലു എന്നത് മുബ്തദയാണ്, ഉം. അല്ലേ? അതെ. ഉം. ഇസ്മി ആയതുകൊണ്ട് അത് മുബ്തദയായി. പിന്നെ ജാഅ എന്നത് ഖബറാണ്. ഫിഅലും ഖബർ. ഫായിലും പിന്നെ എന്താണ്? ഫേലും ഫായിലും അടങ്ങിയ ജുംലയാണ് അവിടെ. ഇത് ഒറ്റ വാക്കാണെങ്കിലും അതൊരു ജുംലയാണ്, അതിന്റെ ഖബർ. ഉം. അപ്പൊ അതേപോലെ ഇതിൽ മൗഊദത്തു എന്ന് പറഞ്ഞ മൗഊദതം കഴിഞ്ഞു പോയി, പിന്നെയാണ് ഫേല് വരുന്നത്. അപ്പോൾ ഫേലിനകത്തുള്ള സർവനാമമാണ് നായിബുൽ ഫാഇൽ. ഇതല്ലേ അഷ്റഫ് സാഹിബിന്റെ ഡൗട്ട്? അതെ അതെ. ക്ലിയർ ആയില്ലേ? അതെ. കഴിഞ്ഞു പോയാലും പിന്നെ ഫീലിന്റെ അടുത്തുള്ള ആ ആളല്ലേ? അതെ, ഞാൻ നിങ്ങൾ പറഞ്ഞ അത്രയും ചിന്തിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരായിരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഉം. അത്രയും ചിന്തിച്ചത്. ഉം. അത് ഞാൻ നായിബുൽ ഫായില് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എത്ര നേരം മിണ്ടാതിരുന്നത്. മർഫുവായിട്ട് വരുന്നത് നായിബുൽ ഫായിലാണ് പറഞ്ഞത്. പിന്നെ മർഫൂആയിട്ട് വരുന്നത് നായിബുൽ ഫായിലാന്ന് പറഞ്ഞതുണ്ടായിരുന്നു ആദ്യം. മർഫുവായി വരുന്നത് അൽ മൗഊദത്തു എന്ന് വന്നതുകൊണ്ടാ. അതെ, അൽ മൗഊദത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മർഫുവല്ല. അത് മർഫു ആയതുകൊണ്ട് അത് ഫായിലായിക്കോണം, നായിബുൽ ഫായിൽ ആയിക്കോണം നിർബന്ധമില്ല. ആ അതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ ഇത് ഉസ്താദെ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പം ജാ റജുലു ഉം. അല്ലെങ്കിൽ പിന്നെ മുഹമ്മദുൻ ഉം. ജാ എന്ന് പറഞ്ഞാല് ഉം. ഉം. മുഹമ്മദ് മർഫു ആണ്, ഉം. അത് മുബ്തദയാണ്. ഉം. മുഹമ്മദുൻ ജാ അല്ലെങ്കിൽ മുഹമ്മദുൻ ദഹബ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മിന്റെ ദഹബയിലുള്ള ലമീറു സർവനാമമാണ് അതിന്റെ ലമീറു ഫായില്. മുസ്തഖിൽ ലമീറു മുസ്തഖിൽ വരൂല. ലമീർ മുസ്തത്തിർ ഹുവയാണ് അവിടെ. ഇവിടെ ലമീർ മുസ്തത്തിർ ഹിയയാണ് നായിബുൽ ഫായിൽ. അത് അതായത് ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ ജുംല ഇസ്മിയ, ഫെയില് കൊണ്ട് തുടങ്ങിയാൽ ജുംല ഫെയിലിയ. ഫെയിൽ ആദ്യം പറഞ്ഞാലേ ആ ഫെയിലിന് ശേഷമാണ് ഫായിൽ വരേണ്ടത്. അപ്പൊ ഫായിൽ മുൻകടന്നാൽ അത് വേറെ തരം സംഭവമായി, ഉം. വേറെ തരം ജുംലയായി. അപ്പൊ ജുംല വേറെ ആകുമ്പോഴത്തേക്ക് ജുംല മുബ്തദയും അതിന്റെ ഖബറുമാണ് കാണേണ്ടത്, ഫെയിലും ഫായിലും അല്ല കാണേണ്ടത്. സംഭവം ആശയം ഒന്നാണെങ്കിലും ഘടന വ്യത്യാസമാണ്. പക്ഷെ ഈ നായിബുൽ ഫായിൽ അപ്പോഴും ചോദിക്കാലോ, അല്ല, നായിബുൽ ചോദിക്കൂലേ? ഫായിൽ ചോദിക്കാം. പക്ഷേ ഇവിടെ അഷ്റഫ് സാഹിബിന്റെ വിഷയം മൗഊദത്ത് എന്തുകൊണ്ട് നായിബുൽ ഫായിൽ എന്ന് പറഞ്ഞില്ലെന്നാ ചോദിക്കുന്നത്. അത് ശരിയാണ്. അതായത് നമ്മൾ ഫിഅലിനെ കണ്ടതിന് ശേഷമാണ് നായിബുൽ ഫായിലിനെ അന്വേഷിക്കുന്നത്. അപ്പൊ നായിബുൽ ഫായിലിനെ പിറകിലോട്ട് അന്വേഷിക്കാൻ പറ്റും. ഫിഅല് കഴിഞ്ഞിട്ടേ നായിബുൽ ഫായിലിനെ അന്വേഷിക്കാൻ ഉം. പറ്റും. ഉം. അതായത് പിന്നെ വഇദാ സുഇലത്തിൽ ക്രിയാവാക്യത്തിൽ മാത്രം. മൗഊദത്തു എന്ന് പറഞ്ഞാൽ വഇദാ സുഇലത്തിൽ മൗഊദത്തു എന്ന് പറഞ്ഞാൽ ശരിയായി. അപ്പൊ മൗഊദത്തായി. അപ്പൊ മൗഊദത്ത് നായിബുൽ ഫായിലായി. അപ്പൊ ക്രിയാവാക്യത്തില് മാത്രമാണ് അങ്ങനെ നോക്കേണ്ടതുള്ളൂ അല്ലേ ഉസ്താദെ? ക്രിയാവാക്യത്തിലാണ് എങ്ങനെ നോക്കേണ്ടുള്ളത്? അല്ല, അങ്ങനെ ഫേലും അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ നോക്കേണ്ടത്. ആ ആ അതെ അതെ. എല്ലാത്തിനും ഈ സംഭവം ഉണ്ടാവും. ക്ലോസ്. എല്ലാത്തിനും ഫെയില് വന്നിട്ടുണ്ടെങ്കിൽ അതില് ഫായിൽ അല്ലെങ്കിൽ നായിബുൽ ഫായിൽ ഉണ്ടാകും. പക്ഷേ അതിന്റെ ഈ പറഞ്ഞ നാമം മുൻകടന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പിന്നീട് സർവനാമമാണ് അതിന് കർത്താവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നായിബുൽ ഫായിലായിട്ട് എടുക്കുക, ഫായിലായിട്ട് നായിബുൽ ഫായിലായിട്ട് എടുക്കുക, അങ്ങനെ പറയാൻ പറ്റും. ഖുറാനില് ഇങ്ങനെ അതെ, ഖുറാനിൽ അങ്ങനെയാണ്. നമ്മൾ ആശയം മനസ്സിലാക്കുന്ന പോലെയല്ല. വാക്യത്തിൽ എന്താണ് അറബി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ലാംഗ്വേജ്, വളരെ അടുക്കും ചുറ്റുമുള്ള സംഭവങ്ങൾ. അത് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും ഒരു വാക്കെടുത്തിൽ ആ വാക്കിന്റെ സ്ഥാനം ഇതാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടോ? അവരുടെ അടുത്ത് കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടാവും.
വേറെ ആരെന്താ പറഞ്ഞു കഴിഞ്ഞത്? ക്ലിയർ അല്ലേ? അതെ. അല്ല, ഖുർആനിലാവുമ്പോ എന്താ പറഞ്ഞത്? അങ്ങനാകുമ്പോ നമ്മള് പിന്നെ ഫയല് ശീല മുൻകടന്നാലും അല്ല ഒരാഴ്ച നമ്മള് പറയും. പോകുന്നത്. ഇവിടെ വൈദ്യുൽ മൗഊദത്ത് സുഇലത്ത് എന്ന് പറഞ്ഞു ഇതാ സുഇലത്തിൽ മൗഊദത്തു അത് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ മൗഊദത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യം എന്താ? അവിടെ വഅദ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പെൺകുട്ടികളെ കുഴിച്ചുമൂടുക എന്ന് പറയുന്നത് അവിടെ സർവ്വസാധാരണമായ സംഭവമായിരുന്നു. ആ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി പോലും ചോദിക്കപ്പെടും, മോളെ നീ എന്ത് പാപം ചെയ്തിട്ടാണ് നിന്നെ ഈ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കപ്പെടും എന്ന സംഭവത്തിന് എന്തായാലും മൗഊദത്തിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് മൗഊദത്ത് ആദ്യം പറയുന്നത്, താക്കീത് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ശരിയാ. അവിടെ പറഞ്ഞ എല്ലാം അങ്ങനെയാണ്. ഷംസു കുവ്വിറത്ത്, സൂര്യൻ ചുറ്റിപ്പുതിയപ്പെടുമ്പോൾ, സൂര്യനാണ് ഊർജത്തിന്റെ സ്രോതസ് അല്ലെ? അത് പറഞ്ഞ പിന്നെ നമ്മൾ ഖുർആൻ ക്ലാസ് എഴുതേണ്ടി വരും. അപ്പൊ അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ എല്ലാം അത് ആദ്യം പറഞ്ഞത്. ഇത് നുജൂം ഇൻകദറത്ത് എന്ന് പറയുമ്പോൾ നുജൂം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ? അല്ലെങ്കിൽ അത് അവിടെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്രമത്തിന്. ആ ചരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം പോലും ഇൻകദറത്ത് ഉതിർന്നു വീഴുമ്പോൾ അപ്പൊ അതിനാണ് എംഫസൈസിങ്. അതുകൊണ്ടാണ് അതിന് ആദ്യം പറഞ്ഞത്. ഇതേ നമുക്ക് ഖുറാനിൽ പറയാൻ പറ്റുള്ളൂ. ഖുറാനിൽ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അവിടെ അതിനാദ്യം പറഞ്ഞു, ജുംല ഇസ്മിയാക്കി പറഞ്ഞു? അതിന് എന്തുകൊണ്ട് ഇസ്മിനെ ആദ്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട്. അപ്പോ ജുംല ഇസ്മിയക്ക് ഇസ്മിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറ്റത് ഫെയിലിനാണ് ഫെയിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ വ്യത്യാസം. അതുപോലെ തന്നെ ഈ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഫാ ഉപയോഗിക്കും, വായിക്ക് പോരെ. ഫല ജുനാഹ അലൈഹി അൻ യതവഫഫ ബിഹിമാ എന്നുള്ള പറയുന്നില്ലേ, അതുപോലെ. അല്ലല്ല, അത് നമ്മൾ ഈ ഇതിന്റെ ഭാഗത്ത് ഇത് പിന്നീട് വരുന്നുണ്ട്. ഫാ എവിടെയൊക്കെയാണ് ഫാ വരുന്നത്? അവിടെ ഒരു പിന്നെ ഇത് ഉപാധി ഇതല്ലേ പറയുന്നത്. പിന്നെ ആയത്തിന് തുടക്കം പറയും പല അപ്പം ആയത്തിന് തുടക്കം ഒന്നുകൂടെ പറയും. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത. അവിടെ ഷർത്താണ്. ഫമൻ ഹജ്ജൽ ബൈത അബിഅ്തമറ, ആരെങ്കിലും ബൈത്തിനെ അൽ ബൈത്തിനെ ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്താൽ ഫലാ ജുനാഹ. സബബിയല്ല, അവിടെ ഫാ ഈ ഷർത്തിന്റെ അവസാനം, ഷർത്തിന്റെ രണ്ടാം ഭാഗത്തിൽ എവിടെയൊക്കെ ഫാ വരണമെന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഇത് തന്നെയുണ്ട്, ഈ മൂന്നാം ഭാഗത്ത് തന്നെയുണ്ട്. അത് ഈ കാണാതെ ഓതി വരുമ്പോഴത്തേക്ക് ചിലപ്പോഴേ നമുക്ക് തെറ്റാനുള്ള ഫായും വായും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാനത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. രണ്ടാമത് നമ്മൾ ഈ ഗ്രാമറൊക്കെ കുറെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവബോധമുണ്ടാകും. അതുപോലെ രണ്ടാമത് വരുമ്പം പലപ്പോഴും വായാ വരുന്ന പല അവിടെ ചിലപ്പോ നമുക്ക് തെറ്റും. ശരിയാണ്, ആദ്യം ഫായാണോ ആദ്യം വായാണോ എന്നുള്ളത് അല്ലേ? എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ. അങ്ങനെ രണ്ടാമത് വരുന്ന പലയിടത്തും വായാണ്, പലയിടത്തും. ഓക്കെ. ഏത് സൂറത്തിലാണ്? അംബിയായിലെ പറഞ്ഞു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അപ്പൊ എന്താണ് ഖുലിഖത്? അതിൽ നായിബുൽ ഫാഇൽ ആരാണ്? ഹിയ. ദമീർ മുസ്തതിർ ഹിയ. നമ്മൾ നേരത്തെ പറഞ്ഞു മാളിയില് അവസാനം വരുന്ന അക്ഷരം അതായിട്ട് എടുക്കും. പക്ഷേ സുക്കൂനുള്ള അടയാളം, സുക്കൂനുള്ള അക്ഷരം വന്നാൽ അതിന് ദമീർ മുസ്തതിർ എന്നേ പറയുള്ളൂ. ദമീർ മുസ്തതിർ ഹിയ. അപ്പൊ ഇവിടെയും വേണമെങ്കിൽ ഇബിലാണ് എന്റെ കർത്താവ് എന്ന് പറഞ്ഞൂടെ?
നായിബുൽ ഫാഇൽ ഇബിലാണെന്ന് പറയാമല്ലോ. അങ്ങനെ നമ്മൾ എടുക്കുന്ന ആശയമല്ല ഇതായിട്ട് മാറുന്നത്. മറിച്ച് നമ്മൾ ഈ വ്യാകരണം പറയുമ്പോൾ അതിന്റെ ശരിയായ ഘടന പറഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കും ഗ്രാമർ എന്താ പറയാ അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അക്ഷരാർത്ഥത്തിൽ തന്നെ പറയണം. അഫല എന്നൊരു ഇതിൽ ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? يعني كيف خلقت هي والسماء كيف رفعت. അവിടെ എന്താണ്? സമാ സ്ത്രീലിംഗം, അപ്പൊ റുഫിയാത്ത്. റുഫിയാത്ത് അവിടെ ഹിയയാണ്. ആദ്യം ദമീർ മുസ്തത്തിർ ഹിയയാണ് നായിബുൽ ഫാഇൽ. വൈദൽ ജിബാലി കൈഫ നുസിബത് അവിടെ അതെ അവിടെ ഹിയ. വൈദൽ അർളി കൈഫ സുത്തിഹത് എല്ലാ സ്ഥലത്തും ഹിയയാണ്. ദമീർ മുസ്തത്തിർ ഹിയ. പിന്നെ ഹിയ എന്തുകൊണ്ട് ഹിയ ആയി എന്ന് ചോദിച്ചാൽ ജിബാല് ബഹുവചനമായതുകൊണ്ട്, സമാ സ്ത്രീലിംഗമായതുകൊണ്ട്, അതേപോലെ അർള് സ്ത്രീലിംഗമായതുകൊണ്ട്. ഇബ്നുൽ അഫ്ആല ഫിൽ ജുമലിൽ ആതിയതി ലിൽ മജ്ഹൂൽ. താഴെ വരുന്ന ക്രിയകളെ മജ്ഹൂലാക്കുക. അമ്മ സഅലക്കൽ മുദീറു അപ്പൊ ഫായില് വേണ്ട, മുദീറാകുന്ന ഫായില് വേണ്ട. അസാനി ഖതലഹുമുൽ മുജ്രിമു ബിൽ മുസദ്ദസ്. ബിൽ മുസദ്ദസ്. മുസദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താ? മുസദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താ? മുസദ്ദസ് കുറ്റവാളിയെ കൊന്നു, അവർ കൊന്നു. കത്തല അവൻ കൊന്നു, ഹും അവരെ, അൽ മുജ്രിം. This means the pistol. എന്താണ്? പിസ്റ്റൽ. തോക്ക്. ഖത്തലഹും അവരെ കൊന്നു, കുറ്റവാളി. ഖത്തലഹുമുൽ മുജ്രിമു. കുറ്റവാളിയല്ലേ മുജ്രിം. കുറ്റവാളി അദ്ദേഹത്തെ അവരെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽ മുസദ്ദസ്. ലാ യസ്അലുഹും അഹദുൻ അൻ സബബി തഅഖുരിഹിം. തഅഖുർ എന്താണ്? തഅഖുർ സമയം ലേറ്റ് ആകുന്നതിനെ കുറിച്ച്. ലേറ്റ് ആകുന്നത്, അപ്പം തഅഖുറിന്റെ മാളി എന്തായിരിക്കും? തഅഖുറിന്റെ മാളി എന്താണ്? നമ്മള് തദക്കറ ഗ്രൂപ്പിന്റെ ക്രിയാധാതു എന്താ പഠിച്ചത്? തദക്കുർ. അപ്പൊ അത് നമ്മൾ തദക്കുർ പഠിക്കുമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ക്രിയാധാതു വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് പഠിക്കുന്ന ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പൊ തഅഖുർ വന്നാൽ ഉടനെ നമ്മൾ തദക്കറ ഗ്രൂപ്പാക്കി മാറ്റിട്ട് അതിന്റെ മാതി കണ്ടെത്തിയാൽ മതി. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. അതെ. ഹജ്ജിന്റെ കാര്യം പറയുന്നു. അതെ. പിന്തി, തഅഖറ പിന്തി.
തഅഖുർ പിന്തൽ. അവർ അപ്പൊ ഇത് പിന്തിയ കാരണം നിങ്ങളോട് ആ അവരോട് ചോദിക്കില്ല. യസ്അലുഹും അവരോട് ചോദിക്കുകയില്ല ഒരാളും. ആ അൻ സബബി കാരണത്തെ കുറിച്ച് തഅഖുരിഹിം അവരുടെ പിന്താനുള്ള അവർ അത് ലേറ്റ് വൈകാനുള്ള ആവാനുള്ള കാരണം. കാരണത്തെ ലൈറ്റ് കുറിച്ച് ആവാനുള്ള കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മജ്ഹൂലാക്കി എങ്ങനെ പറയും? ലാ യസ്അലുഹും യുസ്അലൂന അവരോട് ചോദ്യം. അപ്പൊ ലാ ലാ യുസ്അലൂന ലാ ലാ യുസ്അലൂന യുസ്അലൂന അൻ യുസ്അലൂന ലാ സബബി യുസ്അലൂന അൻ തഅഖുരിഹിം. സബബി തഅഖുരിഹിം. ലാ യുസ്അലൂന അവർ ചോദിക്കപ്പെടുകയില്ല. തദക്കറ എന്നുള്ളതിന്റെ മജൂൽ എങ്ങനെ വരും? തദക്കറയാ തുദുക്കിറ തദക്കിറ തുദുക്കിറ അതുപോലത്തെ വാക്കുകളൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തുദുക്കിറ തുദക്കിറു എന്നല്ലല്ലേ? അത് തുദക്കിറു എന്നല്ലല്ലേ? അല്ലല്ല തുദുക്കിറ. തുദക്കിറ. രണ്ടും ലമ്മാവൂല്ലേ? രണ്ടും നമ്മാവും. തുദക്കിറ. ലിമ അഖദകുമുൽ മുറാഖിബു ഇലൽ മുദീരി. എന്ത് ചെയ്യും അതിനെ? തുഅഖദൂന ലിമ അഖദകും ലിമ തുഅഖദൂന അഖദക്കും തുഖദൂന ലിമ ഉഖിൽത്തും ലിമ ലിമ ഉഖിൽത്തും ഉഖിൽത്തും ഇലൽ മുദീർ. ലിമ ഉഖിദാണ് വരിക. ഉഖിൽത്തും അഖദ ഖുതില എന്ന് പറയുന്നത്. അഖദ ഉഖിദ. ഉഖിദ അതെ. ലിമ ഉഖിൽത്തും ഉഖിദു എന്ന് വാക്കില്ലേ ഖുർആനില്? ഉഖ്മ സാഹിബേ, ഉഖിദു വഖുത്തിലു അതൊക്കെ മൗത്തുണ്ട്. ഉണ്ടാവും. ലിമ ഉഖിൽത്തും ഇലൽ മുദീരി. ഉഖിദ്തുമുൽ മുറാഖിബ ഇലൽ മുദീർ. എങ്ങനെ മുറാഖിബ ഇല്ല? ലിമ ഉഖിദ്തുമുൽ മുറാഖിബ എന്നല്ലേ വരിക? അപ്പൊ മനസ്സിലായി സമയം തീർന്നു എന്നുള്ളത്. നുരിബിനാ അല്ല ബില്ലസ. സാറേ, അഹദത്തും എന്ന് അടുത്തത് പറഞ്ഞപ്പോ അല്ലേ? അഹദക്കും എന്ന് പറഞ്ഞപ്പോ മുറാക്കിബല്ലേ ഇവിടെ കർത്താവ്? അപ്പൊ ഇലൽ മുദീരി. മുറാക്കിബല്ലേ ഇവിടെ കർത്താവ്? ഫെയിൽ മാറൂഫില് അയാളെ വേണ്ട പിന്നീട്. അതെ അതെ. അത് അപ്പൊ വേണ്ടല്ലോ. മറ്റത് അയാളെ പിന്നീട് ആക്കുമ്പാട് വേണ്ട മജ്ഹൂലാക്കിയാല്. വേണ്ട ഒഴിവാക്കാം അല്ലെ? ഉഖിൽത്തും എന്ന് പറയുമ്പോ മജ്ഹൂലാക്കിയാ പിന്നെ അയാളുടെ ആവശ്യമില്ല. ഇംഗ്ലീഷ് ആകുമ്പോഴേ വേണ്ടുള്ളൂ. മലയാളം ആകുമ്പോ ഇംഗ്ലീഷ് ആകുമ്പോൾ അറബ് വേണ്ടി ആകുമ്പോ വരും. ഇംഗ്ലീഷ് ആകുമ്പോൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലോ അമ്മ സാരക്കൽ മുദീറു എന്നുള്ളത് അമ്മ സുഹൽത്തു എന്ന് പറഞ്ഞില്ലേ നമ്മള്? അമ്മ സുഹൽത്ത. ഇവിടെ ബിമ ഉഖിദ്തും ഇലൽ മുദീരി. الخامس ضربنا الرجل بالعصا. നുരിബിനാ ബില്ലസ. ضربنا بالعصا. അപ്പൊ അവിടെ റജുല് വേണ്ട, ഫായില് വേണ്ട. ضربنا بالعصا. ضربنا بالعصا. السادس سرني الخبر. സറർത്തുൽ ഖബർ. സുറിർത്തു. سررت സുറിർത്തു. സുരിർത്തുൽ ഖബർ. سررت സുരിർത്തു. പിന്നെ ഖബർ വേണ്ട. സുരിർത്തു മതി. سررت. العاشر استخرج من الدرس الافعال المبنيه للمجهول. ദർസിൽ നിന്നെല്ലാം കളക്ട് ചെയ്യണം, പുറത്തെടുക്കണം. واذكر نائب فاعل كل واحد منها. അല്ല ഓരോന്നിനെയും നായിബുൽ ഫായിലിനെയും പറയുക. അത് ഏതിലെ? ഇസ്തഖ്രിജ് മിന ദർസി കഴിഞ്ഞുപോയ പാഠത്തില് നമ്മളൊരു പാഠം പഠിച്ചില്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇതുവരെയും പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. നിങ്ങളൊക്കെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. അൽ ഹാദിയ ഷർ. അപ്പൊ അത് എഴുതി ഗ്രൂപ്പിൽ ഇടണം. ഇൻഷാ അല്ലാഹ്. യുവജ്ജിഹുൽ മുദർരിസ്. ഇനി അടുത്ത വെർബൽ ക്വസ്റ്റ്യൻ ആണ്. യുവജ്ജിഹുൽ മുദർരിസ് ഇലാ കുല്ലി ത്വാലിബിൻ ഹാദാ സുആൽ. എല്ലാവരോടും ഈ ചോദ്യം ചോദിക്കണം എന്നാ പറഞ്ഞത്. ഫി അയ്യി ആമിൻ ഉലിദ്ത ويجيب الطالب قائلا ولدت عام كذا للهجرة
ഔ ലിൽ മീലാദി. ഈ ഷർത്ത നമ്മൾ പറയുന്ന ബാറില്ലേ, ഷർത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് പറയും ഔ എന്ന് വായിക്കണം. നമ്മള് ഈ ഇട്ടില്ലേ വല, ഒരു വല ഇട്ടിട്ടില്ലേ, അതിനെന്താ വായിക്കുക, എന്ത് പറയാ? ഷർത്ത എന്നാ പറയാ, ഷർത്ത. ഓർന്ന് പറയണ പോലെ അല്ലേ? ഓർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വായിക്കുമ്പോ? ഔ എന്ന് വായിക്കണം. ഉരിത്തു ആമ കദ ലിൽ ഹിജ്റത്തി ഔ ലിൽ മീലാദി. ഞാൻ ഹിജ്റ ഈ വർഷമാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഈ വർഷമാണ്. നമ്മളത് പറഞ്ഞു തോന്നില്ലേ നേരത്തെ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നബി ജനിച്ചതിന്. പക്ഷെ ഔന്ന് പറഞ്ഞിട്ടില്ല ഉസ്താദെ, ഔ പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഹിജ്റയിലും അല്ല, പറയാം, ഇവിടെ മീലാദിലും ഇവിടെ പറയാം. ഉത്തരം പറയാൻ പറഞ്ഞിരിക്കുന്നത് എയ്തർ ഓർ, എയ്തർ ഇൻ ഹിജ്റ കലണ്ടർ ഓർ മീലാദി കലണ്ടർ ഉപയോഗിച്ച് പറയാനാ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നുകിൽ AD പറയുക, അല്ലെങ്കിൽ ഹിജ്റ വർഷം പറയുക. പറയുമ്പോഴത്തേക്ക് ഹിജ്റ വർഷമാണ് പറയുന്നതെങ്കിൽ ഹിജ്റ എന്ന് പറയണം, അല്ലെങ്കിൽ മീലാദ് എന്ന് പറയണം. മറ്റേ വാർത്തയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിന് ബാദി അൻ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബാദി അൻ, ബാദി എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ എന്താണ്? സൃഷ്ടിക്കുന്നവൻ. ബദ സൃഷ്ടിച്ചു, ബദ സൃഷ്ടിച്ചു നമ്മൾ പറഞ്ഞായിരുന്നു. ആരംഭിച്ചു. ബദ ആരംഭിച്ചു. അപ്പൊ ബാദി അൻ ആരംഭിക്കുന്നവൻ, ആരംഭിക്കുന്നവനായ നിലയിൽ. ബിൽ അതതിൽ അതിന്, എന്താണ്? അടുത്തത്, ഏറ്റവും അടുത്തത്, ഏറ്റവും ചെറുത്, ഏറ്റവും അടുത്തത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത്. അതിന് ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനസ്ഫഹു വസുലുസഹു. എന്താണ് അതിന എന്ന് പറഞ്ഞാൽ? എന്താണ് ഏറ്റവും അടുത്തതെന്ന് അതിന്റെ അർത്ഥം? സൂറത്തു മുസ്സമ്മിലല്ലേ? ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി, അതിനേക്കാൾ കുറച്ച് അല്ലേ? മൂന്നിൽ രണ്ടിനേക്കാൾ കുറച്ച് എന്നാണ്. അപ്പൊ അതിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുതെന്നും പറയാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തതെന്നും പറയാം. ധന ഇതിനൊന്ന അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും അടുത്തത് എന്ന അർത്ഥത്തിൽ പറയാം. ഇവിടെ പറഞ്ഞെന്താ? ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് തുടങ്ങണം. അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് പറഞ്ഞ് ശീലിക്കുന്നതാണ് എളുപ്പം. കാരണം എന്താണ്? നമ്മളിപ്പോ 1965 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സംഖ്യ, വലിയ സംഖ്യ ഇടത് സൈഡിലും ചെറിയ സംഖ്യ വലത് സൈഡിലും ഉണ്ടാവുക. 1965 എന്ന് പറഞ്ഞാൽ 5 ആദ്യം കിടക്കുന്ന ആളാണ് നമുക്ക്. അപ്പൊ എന്താണ്? അൽഫിയാണോ ഉസ്താദെ? അൽഫി അല്ലേ? ഹംസത്തി എന്നാണ് പറയാ അല്ലേ? ഓറൽ എക്സസൈസ് മുമ്പ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും ഞാനാണ് ചെറിയ ആളെന്ന് പറഞ്ഞില്ലേ? അതെ പറഞ്ഞു ഉസ്താദെ. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലിൽമീലാദി എന്താണ്? ഹിജ്റത്തി എന്താണ്? എന്താണ് ആർഷ സാഹിബിന്റെ സംശയം? എന്താണ് അത്? AD. മീലാദ് എന്ന് പറയുമ്പോ AD. അത് ബർത്ത് മീലാദ് നബി എന്ന് പറയില്ലേ? മീലാദ് നബി എന്ന് പറഞ്ഞാൽ ഇവിടെ മീലാദ് മസീഹിയാണ്. ഇവിടെ മീലാദ് നബിയല്ല. അപ്പം മസീഹിന്റെ അല്ലെങ്കിൽ
AD കണക്കനുസരിച്ച് അവര് ഈസാ നബി അലൈഹി സ്വലാമയുടെ ജന്മദിനം വെച്ചുകൊണ്ടാണ് വർഷം കണക്കാക്കുന്നത്. ഇസ്ലാമിനെ അപ്പൊ സംബന്ധിച്ചോളം നമ്മളത് ഹിജ്റ പറയുമ്പോ വെച്ചിട്ടാണ് നമ്മളെ ജന്മദിനം പറയുമ്പോ നമ്മളെ ജന്മദിനമല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ലിൽ മീലാദ് എന്ന് ആ. പറഞ്ഞാൽ AD എന്ന് വഹിക്കുന്നതിന് വേണ്ടിയാണ്. അശ്വത വന്നില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ജന്മദിനം പറഞ്ഞിട്ട്. ഫി അയ്യും ആമിൻ ഉരിത്താന്നല്ലേ ചോദിക്കുന്നത്. ആ അപ്പൊ ഉലിത്തു ഉലിയത്തു ആമാന്ന് പറഞ്ഞു തുടങ്ങാം. അതെ അതിന്റെ അവസാനം വരുമ്പോ ലിൽ മീലാദി എന്ന് പറഞ്ഞാൽ നമ്മള് ലിൽ നമ്മളെ മീലാദിയാണ് നമ്മൾ പറയുന്നതെല്ലാം. നമ്മൾ 1960 പറയുന്നെങ്കിൽ അപ്പൊ ക്രിസ്തു വർഷമല്ലേ? ക്രിസ്തു വർഷം പറയുന്നത് മീലാദി എന്നാണ് പറയുന്നത്. കാരണം അവിടെ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം കണക്കാക്കിയിട്ടാണ് കണക്കാക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ മീലാദ് എന്ന് പറയുന്നത്. ഹിജ്റ വർഷം പറയുമ്പോൾ അവിടെ ഹിജ്റ പോയ കണക്കിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ലിൽ ഹിജ്റ എന്നാണ് പറയുന്നത്. ഹിജ്രി അല്ല, ഹിജ്രി എന്നാണ് നമ്മൾ പറയുന്നത്. ഹിജ്റത്തി എന്നാണ്. ആമുൽ ഹിജ്രി. ആമുൽ ഹിജ്രി. അപ്പൊ അലിഫ്ലാം എപ്പോഴാണ് കളയുന്നത്? തുഹ്ദഫുൽ അലിഫു വല്ലാമു മിനൽ 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 അലമി. അലം എന്താണ്? അലം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ. അലമിന് രണ്ടർത്ഥമുണ്ട്. ആലം ഫ്ലാഗിനും ആലം എന്ന് പറയും. ഫ്ലാഗ് കൊടി, ഈ ആലം എന്ന് പറയും. ഇവിടെ ആലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ, വ്യക്തികളുടെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ നാമം. ഇവിടെ പ്രത്യേകിച്ചും വ്യക്തിനാമത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അഡ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വ്യക്തിയല്ലേ വിളിക്കുന്നത്. സ്ഥലത്തിൽ വിളിച്ചിട്ട് യാ മക്കത്താന്ന് വിളിക്കും. അത് വേറെ കവികളുടെയൊക്കെ ചിലപ്പോൾ കവിതകളുടെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ വ്യക്തികളെ വിളിക്കുമ്പോൾ വ്യക്തികൾക്ക് അൽ ഉള്ള നാമമാണെങ്കിൽ അൽ ഒഴിവാക്കിയിട്ടാണ് വിളിക്കേണ്ടത്. വിളിക്കുക. അപ്പൊ അൽ ഹസൻ എന്നാണ് അവരുടെ പേരെങ്കിൽ യാ ഹസൻ. അപ്പൊ തുഹ്ദഫുൽ അലിഫു വല്ലാമു മിനൽ അലമിൽ മുഖ്തരിനി ബിഹിമ. അൽ അലമുൽ മുഖ്തരിനി മിനൽ അലമിൽ മുഖ്തരിനി ബിഹിമ. അപ്പൊ അൽ മുഖ്തരിൻ ബിഹിമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്തരിൻ എന്താണ്? മുഖ്തരിൻ യക്തറന. യക്തറന എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നു. ചേർന്ന് വന്നു. കാല കരീനുഹു എന്ന് പറഞ്ഞില്ലേ, കൂട്ടാളി, കൂടെ വരുന്നവൻ. അപ്പൊ യക്തറന എന്ന് പറഞ്ഞാൽ ചേർന്ന് വന്നു. തുഹ്ദഫുൽ അലിഫു വല്ലാമു മിനൽ അലമിൽ മുഖ്തരിനി ബിഹിമ. അപ്പൊ അലിഫ്ലാമു കളയപ്പെടും അവ രണ്ടും ചേർന്ന് വരുന്ന നാമങ്ങളിൽ നിന്ന്. മിനൽ അലമിൽ മുഖ്തരിനി ബിഹിമ ഇൻദൻ നിദാഇ, വിളിക്കുമ്പോൾ. ഇൻദൻ നിദാഇ, വിളിയുടെ സന്ദർഭത്തിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് രണ്ടിനെയും ഒഴിവാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നാദിൽ അലമൽ ആക്കിയ ഈ പറയുന്ന നാമങ്ങളെ വിളിക്കുക. അൽ ഹുസൈനു, യാ ഹുസൈനു. വിളിക്കുന്ന തോന്നണ്ടേ എന്നെ വിളിക്കുകയാണെന്ന്. അൽ സുബൈറു, യാ സുബൈറു. നമ്മൾ വിളിക്കുമ്പോൾ അവസാനത്തെ അടയാളം കേൾക്കണമെന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ കേൾക്കണം. വിളിക്കുമ്പോഴത്തേക്ക് ഏകവചനമാണെങ്കിൽ അവസാനം നമ്മ കേൾക്കണ്ടേ? യാ സുബൈറു. നമ്മളെ സ്പോക്കൺ ലാംഗ്വേജിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ യാ സുബൈർ എന്ന് വിളിക്കാം. പക്ഷെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുകയാണ്. ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് വളയത്തിനകത്തൂടെയാണ് ചാടുക. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളയമില്ലാതെയും ചാടാം. യാ അലിയു. യാ അലിയു. അതേപോലെ ഹാരിസ്. അൽ ഹാരിസിന് ഹാരിസു. അല്ല, മുഹമ്മദിന് അൽ ചേർന്ന് വരുമോ? മുഹമ്മദ് അല്ല, അത് ശരിയാണ്. ഇവിടെ നമ്മളെ വിഷയം അൽ ചേർന്ന് വരുന്ന നാമത്തിന് വിളിക്കുമ്പോൾ അൽ ഒഴിവാക്കി വിളിക്കണം. അല്ല, നാമത്തിന് ശരിക്കും അല്ല് ഉണ്ടാവുമോ? നമ്മളങ്ങനെയല്ലേ പറയാ? നാമത്തിന് അൽ ഉണ്ടാകാറില്ല.
പക്ഷെ ചില നാമങ്ങളിൽ ഇത് പറയുന്നതിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ചില പേരുകൾക്ക് അല്ലേ? ചില പേരുകളിൽ അൽ ഉണ്ടാകും. ശുദ്ധത്തിൽ അതിന് ഉദാഹരണമാണ് ഈ പറയുന്നത്. പറഞ്ഞത്. അൽ ഹുസൈന്, അൽ ഹസന്, അൽ സുബൈർ, ഇതൊക്കെ അൽ ചേർന്നും അൽ ചേരാതെയും വരും. പക്ഷേ അങ്ങനെയുള്ള അപ്പൊ ഒരാളുടെ എന്റെ പേരിൽ അല്ലെങ്കിൽ ഹുസൈന്റെയും ഹസന്റെയും പേരിൽ എന്തുണ്ട്? ആൾ ചേർന്നിട്ടാണുള്ളതെങ്കിൽ, അയാളുടെ റെക്കോർഡിൽ ആൾ ചേർന്നിട്ടാണുള്ളതെങ്കിൽ അയാളുടെ പേരെഴുതുമ്പോൾ അൽ ഹസൻ, അൽ ഹുസൈൻ എന്നൊക്കെ എഴുതും. പക്ഷെ ആളെ വിളിക്കുമ്പോൾ എന്താ വിളിക്കേണ്ടത്? യാ ഹുസൈനു, യാ ഹസനു, ഇങ്ങനെയാണ് വിളിക്കുക. യാ ചേർന്ന് വരുമ്പോഴാണ് കേട്ടോ, ഹർഫിൻ നിദാ ചേർന്ന് വരുമ്പോഴാണ്. അല്ലാതെ ഉസ്താദ് എടുത്തിട്ട് രജിസ്റ്റർ നോക്കി ആളുടെ പേര് വിളിക്കുമ്പോൾ അൽ ഹുസൈൻ, അൽ ഹസൻ ഇങ്ങനെ വിളിക്കുക. കാരണം അയാളുടെ രജിസ്റ്റർ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അതേസമയം അയാളെ അഡ്രസ് ചെയ്യാണ്, അയാൾ വിളിക്കുകയാണ്. യാ ഹുസൈനു താൽ, യാ സുബൈറു താൽ. അതേസമയം അയാളുടെ രജിസ്റ്റർ നോക്കി അയാളുടെ പേര് വിളിക്കുകയാണ് അസ് സുബൈറു എന്ന് വിളിക്കാം. അതല്ല ഇവിടെ വിഷയം. യാ ചേർത്ത് വിളിക്കുമ്പോൾ അതാണ് നാദിൽ അലാമ എന്ന് പറയും. നാദിൽ അല, ഈ നാമങ്ങളെ വിളിക്കൂ. അലമിന്റെ ബഹുവചനം അലാം. അൽ ബറാഉ, യാ ബറാഉ. അടുത്തത് അൻ നസബ്. നസബ് എന്താണ്? ബന്ധിപ്പിച്ച് പറയല്. അൻ നസബിന്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിർവചനം താരീഫ്. നിർവചനത്തിന് അറബിൽ എന്ന് പറയും? താരീഫ്. താരീഫ് അതാണ് മലയാളത്തിൽ നമ്മൾ താരീഫ് എന്ന് പറയുന്നത്. താരിഫ് എന്ന് പറയണം അല്ലേ? താരിഫ്. ഇലക്ട്രിസിറ്റിക്കൊക്കെ താരിഫ് ഉണ്ടല്ലോ. അതൊരു ഘടന എന്നൊക്കെ പറഞ്ഞു ഈ ലാംഗ്വേജ് ബോറോ ചെയ്യുമ്പോൾ പിന്നെ അത് യൂസേജ് ചില യൂസേജ് ഒക്കെ മാറി മാറി വരിക. നസബ് എന്താ ഉസ്താദ് പറഞ്ഞത്? നസബ് ബന്ധപ്പെടുത്തൽ. നമ്മൾ വേറെ മക്കി ഹിന്ദി എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് നസബ് എന്ന് പറഞ്ഞാൽ. വംശപരമ്പര എന്നൊക്കെയാണ് നസബിന്റെ ഭാഷാ പ്രയോഗത്തിലുള്ള അർത്ഥം. നസബ് ജാത്ത മൻസിബിൻ ജമാലിൻ എന്ന് പറഞ്ഞില്ലേ, ഹദീസിലുണ്ടല്ലോ. റജുലുൻ തലബത്തോ ഇമ്രാത്തുൻ ജാത്ത മൻസിബിൻ ജമാലിൻ. എന്താ മൻസിബ്? കുലീനത്വമുള്ളവൾ. അപ്പൊ കുലം, അതാണ് നസബ് എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ എന്താ പറയാ, ഏതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ഒറിജിൻ എവിടെയാണ് എന്ന അർത്ഥത്തിലാണ് നസബ് എന്ന് ഉപയോഗിക്കുന്നത്. നസബിന്റെ ബഹുവചനമുള്ള ഖുറാനില് അൻസാബ ബൈനഹും, ആയത്ത് ഓർമ്മകളിൽ പറഞ്ഞു അല അൻസാബ ബൈനഹും, അവർക്കിടയിൽ പിന്നെ ബന്ധങ്ങളൊന്നുമില്ല എന്ന്. അപ്പൊ നസബ് എന്ന് ഗ്രാമറിൽ പറയുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്. അൽ ഇൽഹാഖു, നസബു ഇൽഹാഖു യാഇൻ, യാഇനെ ചേർക്കാണ്. ഇൽഹാഖ് അറിയാമല്ലോ, യഹിഖ ചേർന്നു. ഇൽഹാഖ്, അൽഹഖ ചേർത്തു. ഇൽഹാഖ് ചേർക്കൽ. ഇൽഹാഖു യാഇൻ, യാഇനെ ചേർക്കലാണ്. മുശദ്ദദത്തിൻ, ശദ്ദുള്ള. ഫി ആഖിരിൽ ഇസ്മി, ഫി ആഖിരിൽ ഇസ്മി. ആഖിരി അൽ ഇസ്മ എന്ന് വായിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ആഖിരിൽ ഇസ്മി, അൽ ഇസ്മിന്റെ അവസാനത്തിൽ ലാമിനാണ് കെസ് കൊടുക്കുന്നത്. അല്ലിന്റെ ലാമിനാണ് കെസ് കൊടുത്ത് പറയുന്നത്. ആഖിരിൽ ഇസ്മി, കാരണം അല്ലിന്റെ ലാമിന്റെ സുക്കൂനും ഇസ്മ് എന്താണ്, ഇസ്മിന്റെ ഹംസത്തുൽ വസ്ലിനും സുക്കൂനാണ്. അല്ല, ഹംസത്തുൽ വസ്ലിലാണ് നോക്കുന്നത്. സീന് സുക്കൂൻ, രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ലിസ്മ്. ഈ ആഖിരി ലിസ്മി ലി തദുല്ല. തദുല്ലയുടെ മീനിങ് എന്താ? പറയാ തദുല്ല. ഹൽ അദുല്ലുക്കും, ദല്ല യദുല്ലു, അറിയിച്ചു. ലി തദുല്ല. അപ്പൊ തദുല്ല എന്ന് പറയാൻ കാര്യം എന്താ? മുഅന്നസ് ആയിട്ട് മുഅന്നസല്ല.
ഇൽഹാഖു യാഇൻ മുഷദ്ദദത്തിൻ മുഷദ്ദദത്തിൻ എന്നുള്ളതിന്റെ അതൊന്നുമല്ല ഇൽഹാഖു യാഇൻ മുഷദ്ദദത്തിൻ ഫി ആഖിരിൽ ഇസ്മി ലിതദുല്ല അലാ നിസ്ബത്തിഹി ലിതദുല്ല നീ അതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി തദുല്ല ദല്ല യദുല്ലു തദുല്ലു നീ അറിയിക്കുന്നു ലിതദുല്ല നീ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടി അല നിസ്ബത്തിഹി അവന്റെ ബന്ധത്തെ നിസ്ബത്ത് കണക്ഷൻ ബന്ധം നഹവ് പോലെ ഇനി പറയുന്നത് പോലെ അൽ ഹിന്ദു ഇന്ത്യ എന്നാണെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തണമെങ്കിൽ ഹിന്ദിയുൻ എന്ന് പറയും. ഇവിടെ യാവുൽ ശ്രദ്ധത്തിട്ടല്ലേ ഇവിടെ ടെക്സ്റ്റില് ഇതില് ശ്രദ്ധയില്ല. എവിടെ ഹിന്ദിയും ഹിന്ദിയും ഇറാഖി എന്നൊക്കെ പറഞ്ഞു ഇറാഖി എന്നൊക്കെ പറയുമ്പോ ഇതില്ല. ഇതിലുണ്ട് ഉസ്താദിന്റെ ഇതില് കാണുന്നുണ്ട്, അതില് നമ്മുടെ ടെക്സ്റ്റില് കാണുന്നില്ല. ഇട്ട് കൊടുക്കും അതിന് പറഞ്ഞിട്ടില്ല അവിടെ വേണമെന്നാണോ പറയണത് ഉസ്താദ്? ശ്രദ്ധ വേണം അല്ലേ? ശ്രദ്ധ വേണം, ഇതില് ശ്രദ്ധ ഇല്ല. നമ്മുടെ ബുക്കിലില്ല. ബുക്കിലില്ല. വേണം എന്തായാലും അല്ലേ? ഇതിന്റെ നോട്ട്സിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ പറഞ്ഞത്? 13 അന്നസബു ടെസ്റ്റിനാണ് വായിക്കുന്നത് ഇപ്പൊ. അന്നസബു എന്ന് പറഞ്ഞാൽ ഇൽഹാഖു യാഇൻ മുഷദ്ദദത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേർക്കും. പക്ഷെ ഇവിടെ അടിയില് ഇത് കൊടുത്ത മിസാല് കൊടുത്തതില് ഇല്ല, ഉദാഹരണം കൊടുത്തു. അപ്പൊ അത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചാൽ അപ്പൊ ശ്രദ്ധിച്ചു കൊടുക്കണം. ഹിന്ദിയുൻ വേണമല്ലോ ഉസ്താദേ? അതെ, ഹിന്ദിയുൻ. ഇറാഖ് ആണെങ്കിൽ ഇറാഖിയുൻ. അതിനാണ് നമ്മൾ ഹിന്ദി എന്ന്. അങ്ങനെയാണ് അവസാനം ഹിന്ദി എന്ന് പേരുണ്ട്. അവസാനം പിന്നെ നമ്മൾ പറയും ഞാൻ ഹിന്ദിക്കാരനല്ലെന്ന്. ഹിന്ദിക്കാരനല്ല. ഇപ്പൊ ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് അന്ത ഹിന്ദി എന്ന് ചോദിക്കും. എന്തായാലും ആനന്ദം കേരള, ഞാൻ ഇന്ത്യ ഒന്നുമല്ല, ഞാൻ കേരളക്കാരനാണെന്ന് പറയും. മദ്രാസിയും കേരളക്കാരനും പറയാ ആനന്ദ് മദ്രാസ്, ആനന്ദ് കേരള എന്ന് പറയും. ബാക്കിയുള്ളവർ ഹിന്ദി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പൊ ഉൻസുബ് ഇലൽ അസ്മാഇൽ ആത്തിയ, ഇവൻ എന്ത് ചെയ്യണം? ഇതിലേക്ക് ചേർക്കണം. സുദാനു എന്നാണെങ്കിൽ സുദാനിയുൻ. അത് കുവൈത്തു എന്നാണെങ്കിൽ കുവൈറ്റിയുൻ. ആള് കുവൈറ്റിയാണെന്ന് പറയില്ലേ, കുവൈറ്റിയുൻ എന്നാണ്. എനിക്ക് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ അവിടെ ശ്രദ്ധയുണ്ട്, യാന് ശ്രദ്ധയുണ്ട് എന്നറിഞ്ഞാൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ കുവൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശ്രദ്ധയുള്ള യാണെന്ന് അറിയാൻ പറ്റില്ല. യാബാനിയുൻ. അദ്ദീനു ദീനിയുൻ. അന്നഹ്വ് നഹ്വിയുൻ. അപ്പൊ നഹ്വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരണം വ്യാകരണപരമായ നഹ്വ് എന്ന് പറഞ്ഞാൽ വ്യാകരണം. നഹ്വി എന്ന് പറഞ്ഞാൽ വ്യാകരണക്കാരൻ. വ്യാകരണം സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വ്യാകരണക്കാരൻ, വ്യാകരണ വിശാരദിന് നഹ്വി എന്നാ പറയാ. താരിഖിയ്യുൻ ചരിത്രപരമായ. ദീനി എന്ന് പറഞ്ഞാൽ ദീനീപരമായ. നബിയു, അവൻ നബിയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വാ ചേർക്കണം. നബവിയ്യു എന്നാണ് പറയുക. അല്ലാഹു ആണെങ്കിൽ അഹവിയ്യു എന്ന് പറയും. അവിടെ 2 സ്ഥലത്ത് എന്ത് ചെയ്യണം? വാവ് ചേർക്കണം. നഹ്വിയത്തുൻ എന്നാലെങ്ങനെ പറയും? അത്
നഹവിയത്ത് നഹ്വിയത്തിനോ? ഉം. ആ, ഉം. നഹ്വിയത്ത് എന്ന് പറയുമ്പോൾ എന്താവും? സ്ത്രീലിംഗമാവൂല. ഇന്ത്യയിലെ പെണ്ണാണെങ്കിൽ എന്ത് പറയും? ഇന്ത്യയിലെ പെണ്ണാണെങ്കിൽ ഹിന്ദിയത്തുൻ. ഹിന്ദിയത്ത്. ഇന്ത്യയിലല്ലേ പറയുള്ളൂ. ഹിന്ദിയെന്നല്ല, ഹിന്ദിയത്തുൻ. ഇന്ത്യക്കാരി, ആ, ഇന്ത്യക്കാരി അല്ലേ? കുവൈത്തിയത്തുൻ, ജപാനിയത്തുൻ, താരിഖിയത്തുൻ. അപ്പൊ സ്ത്രീലിംഗമായ വിഷയമാണ് പറയുന്നതെങ്കിൽ താരിഖിയത്തുൻ, ഉം. നഹ്വിയത്തുൻ. നഹ്വുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവിടെ സ്ത്രീലിംഗമാണ് വരുന്നത്, നഹ്വിയത്തുൻ. എല്ലാത്തിനും താഴെ എടുത്തു. ഇസ്തഖ്രിജ് മിന ദർസി അംസിലത്തൻ ലിന്നസബ്. നമ്മളെവിടെ വന്നിട്ടുണ്ട് പാഠത്തിൽ. ഉം. ഇസ്തഖ്രിജ് മിന ദർസി, പാഠത്തിൽ നിന്നും പുറത്തെടുക്കുക. നേരെ ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ എന്ന്? ഉറക്കം ഇല്ല വരുന്നൊക്കെ ഉണ്ട്. ഇല്ല ഇല്ല. ഇസ്തഖ്രിജ് മിന ദർസി മിൻ അംസിലത്തിൻ മിന ദർസി അംസിലത്തൻ ലിന്നസബി. ഇങ്ങനെ ബന്ധപ്പെടുത്തി പറഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ എടുക്കുക. ഉം. ഉദാഹരണങ്ങൾ വിറക്കെടുക്കുക, അല്ലെങ്കിൽ പുറത്തെടുക്കുക. ഉഖറു, അടുത്തത് അൽഖാമിസത്ത് അശർ. ഉഖറു ജംഉ ഉഖറ. ഉഖറു ഖുർആനിൽ എവിടെ വായിച്ചിട്ടുണ്ട് നമ്മൾ? നുഖ്റ ഉണ്ടാ ഉഖർ ഉഖർ ദാറത്തുൻ മറ്റേ വേറെ ദിവസം എന്നുള്ള രീതിയിൽ. നോമ്പെടുക്കാൻ പറയുന്നതിനെ പറ്റിയിട്ട് ഇതിലുണ്ട്. ഉണ്ട്. മറ്റു ആ. ദിവസങ്ങളിൽ നോമ്പെടുക്കുക നമുക്ക് പറയുന്ന അർത്ഥം. അത് തന്നെ. അയ്യാമൻ അയ്യാമിൻ ഉഖർ. من അയ്യാം كان منكم مريضا او على سفر فعدة من ايام اخر. ഒരു സൂറത്തിന്റെ തുടക്കം തന്നെ ഉണ്ട്. ആ ആലിമ്രാന്റെ തുടക്കം തന്നെ ഉണ്ട്. അലിമ്രാനല്ല, സൂറത്തുൽ ബക്കറയിൽ. അല്ല, ആലിമ്രാന്റെ തുടക്കം തന്നെ ഉണ്ടെന്ന് പറയാം. ബക്രയിലാണ് ഈ പറഞ്ഞ നോമ്പിന്റെ ആയത്. ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ. അപ്പൊ എന്തായാലും അതെന്താണ്? ജംഉ ഉഖറ. ഉഖറയുടെ ബഹുവചനമാണ്. വഹിയ മംനുഅത്തു മിന സർഫ്. ഉഖറു എന്നത് എന്താണ്? മംനുഅ മിന സർഫാണ്. ഖാല തആല ഫമൻ കാന, ഇവിടെ ഉണ്ട്, ഫമൻ കാന മിൻകും മരീദൻ അവ അലാ സഫറിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ. അല്ല ഉസ്താദേ, ഈ ഊഹറു എന്നുള്ളതിന്റെ ജമ്മാണല്ലോ ഉഹ്റ എന്ന് പറയുന്നത്. ഏത്? നേരെ തിരിച്ചോ? അല്ല, ഉഹറു എന്നുള്ളത് ഉഖറയുടെ ജമ്മാണ്. ഉഖറായുടെ ജംഅ് ഉഖറു. അതെയോ? ഉഖറായുടെ ജം ആണ് ഉഖറു. നമ്മൾ അറബി വായിക്കുമ്പോഴേ ജംഉ ഉഖറ എന്ന് പറഞ്ഞ എന്താണ്? ജംഇനെ ഉഖറയിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഉഖറയുടെ ജം ആണ്, ഉഖറയുടെ ജം ആണ്. ഇത് നമ്മൾ ഡിക്ഷണറി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ചില സമയത്ത് നമ്മൾ ഇളാഫത്ത് ചെയ്ത് വായിക്കും, ചില സമയത്ത് ഇളാഫത്തായിരിക്കും, ചില സമയത്ത് അവിടെ രണ്ട് ഡോട്ടിട്ടുണ്ട് വേറെ എഴുതിയിട്ടുണ്ടാവും. രണ്ട് ഡോട്ടിട്ട അതിന്റെ അർത്ഥം അത് ആ വാക്ക് പിന്നെ വേറെ ഇപ്പുറത്ത് പറയുന്ന വാക്ക് വേറെയാണ്. ചില സമയത്ത് ഈ പറഞ്ഞ ജംഉ ഉഖറ എന്ന് നേരെ തിരിച്ചെഴുതിയിട്ടുണ്ടാവും. ഉഖറ എന്ന് എഴുതിയിട്ട് അൽ ജംഉ ഉഖറു എന്ന് എഴുതിയിട്ടുണ്ടാവും. ഉഖറ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിനും, അല്ലെങ്കിൽ ഉഖറ എന്ന് എഴുതിയിട്ട് അൽ ജമ്മു എന്ന് കൊടുക്കും. ഉഖറ എന്ന് എഴുതിയിട്ട് വരയിട്ടിട്ട് അൽ ജമ്മു എന്ന് കൊടുക്കും. അതിന്റെ ബഹുവചനം ഇങ്ങനെയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉഖർ എന്ന് വേറെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉഖറു എന്നൊരു ബ്രാക്കറ്റ് അകത്തിട്ടിരിക്കുക, ഇന്നത്തെ കോമയ്ക്ക് അകത്തിട്ടിരിക്കുക. ഉഖറു എന്ന പദം ജംഉ ഉഖറ, ഉഖറ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. വഹിയ മംനുഅത്തു മിന സർഫ്. വഹിയ എന്ന് പറഞ്ഞാൽ ഉഖറു എന്ന പദം മംനുഅത്തു മിന സർഫ്. കാരണം അതിനെ കുറിച്ചാണ് പറയുന്നത്. വഹിയ മംനുഅത്തു മിന സർഫ്, അത് മംനുഅ മിന സർഫാണ്. ഖാല തആല ഫമൻ കാന മിൻകും മരീദൻ അവ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അയ്യാമിന്റെ വിശേഷണമല്ലേ ഉഖർ? അയ്യാം ബഹുവചനം ഉഖർ, മറ്റുള്ള ദിവസങ്ങളിൽ. ഇവിടെ ഉഹറ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉഹ്റ എന്ന് പറഞ്ഞിട്ടില്ല. അയ്യാമിൻ ഉഹറ. ആ ശരി, മനസ്സിലായി. മനസ്സിലായെങ്കിൽ പറയും, എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായെങ്കിൽ പറയും. മിൻ അയ്യാമിൻ ഉഹറ അതിവിടെ ഇതായിട്ടാണ് വന്നിട്ടുള്ളത് ഉസ്താദെ. എന്തായിട്ട് വന്നു? ദിവസങ്ങളിൽ എന്ന് പറയുമ്പോ ഇങ്ങനെ അല്ല, എണ്ണം അല്ല, അങ്ങനെ പറയുമ്പോ ദിവസം പറയുമ്പോ അങ്ങനെയാണല്ലോ പറയാ. എങ്ങനെ പറയും? 10 കൊടുക്കോ? ആ
എന്തുകൊണ്ടാണ് അല്ല ആശ്വാസ ഇവിടെ എന്തുകൊണ്ടാണ് ഉറക്കം വന്ന ആർക്കാണെന്ന് അറിയാം? ഇത് മംനൂ സർഫ് ആയതുകൊണ്ട് ഉഹരി എന്ന് ആ പറയാൻ പാടില്ല. ഉഹരി ഉഖറു എന്ന് എന്ന് പറയാൻ പറയാൻ പാടില്ലേ? പാടില്ല. ഉഹറ എന്ന് പറയുള്ളൂ. എന്തുകൊണ്ട് 10 കൊടുത്തു? ഇത് മംനൂ സർഫ് ആയതുകൊണ്ട് സർഫ് കെസറ ആയതുകൊണ്ട് ലം കൊടുക്കാൻ പാടില്ലേ? കെസറ കൊടുക്കാൻ പാടില്ല. ലം എന്തിനാ കൊടുക്കണം ആ ഇവിടെ? അപ്പൊ കെസർ എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? എന്തുകൊണ്ട് കെസർ കൊടുക്കേണ്ടി വന്നു? അയ്യാമിൻ ഉഹറ എന്ന് പറയുമ്പോ ശരിക്കും അയ്യാമിന്റെ അങ്ങനെയാണല്ലോ. വിശേഷണം, 55 ദിവസമല്ലേ? അയ്യാമിന്റെ ദിവസം. വിശേഷണമാണ്. അവിടെ വിശേഷണം. ലർഫാവൂല കേട്ടോ. ആ, അവിടെ സമയം അല്ലേ? പറയുമ്പോൾ അല്ലെങ്കിൽ ദിവസം പറയുമ്പോൾ ഇങ്ങനെയാണ് 10 കൊടുത്താണ് പറയേണ്ടത് നിങ്ങൾ ആദ്യം പറഞ്ഞു. അതെ, ഇവിടെ അതല്ല. അങ്ങനെ വരാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ അയ്യാമിന്റെ വിശേഷണമായിട്ടാണ് മുഖർ വന്നിരിക്കുന്നത്. ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ. എങ്ങനെയുള്ള ദിവസങ്ങളിൽ? മുഹറ, മറ്റുള്ളതായ. അപ്പം അയ്യാമിന്റെ വിശേഷണമായിട്ട് മജ്റൂറായിട്ടാണ് വന്നിരിക്കുന്നത്. വലാക്കിൻ പക്ഷേ മംനൂ സർഫ് ആയതുകൊണ്ട് കെസറ. ജുറത്ത് ബിൽ ഫത്ഹി, ജുറത്ത് ബി ഫത്ഹത്തിൻ, ഫത്ഹത്ത് കൊണ്ട് എന്താണ് ജർ ചെയ്തിരിക്കുന്നു? അന്നഹു മംനൂ മിന സർഫ്, കാരണം അത് മംനൂ മിന സർഫ്. ഇവിടെ നിർത്തും ഉസ്താദേ, ഉറക്കം വരുന്നുണ്ട്. അവിടെ അർത്ഥം ഉം. നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ഇല്ലല്ലോ, ഉറക്കൊക്കെ ഉണ്ട്. അപ്പൊ ഹാമിസ അക്ഷരം നിൽക്കട്ടെ. യെസ് യെസ് ഓക്കെ, ബാക്കി മറ്റുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. അയ്യാമിൻ ഉഖറ. ഇൻഷാ അല്ലാഹ്. നദ്റസു ഫി അയ്യാമിൻ ഉഖർ. യദ്റുസു അയ്യാമിൻ. നദ്റസ്. നദ്റുസു. ഈ ഉലിത്തു എന്ന് പറയുമ്പോ അവിടെ താവുൽ മുത്തകല്ലിമാണോ ഇതായിരുന്നു? താൽ മുത്തകല്ലിം അല്ലേ? എന്താ ഉലിത്ത എന്ന് പറയുമ്പോ ഉലിത്ത എന്ന് പറയുന്നത് താൽ മുഖാത്തബ്. താവുൽ മുഖാത്തബ്, താവുൽ മുത്തകല്ലിം. തുമ്മും തായും വരുമ്പോ മുഖാത്തബ്. ഓക്കെ, ഈ പഠിക്കുന്ന സംഗതികൾ നമ്മൾ ഖുർആനിൽ വായിക്കുമ്പോഴത്തേക്ക് ഈ സംഗതികളൊക്കെ ഖുർആനിൽ വരുന്നുണ്ടോ, അതൊക്കെ ഏത് രീതിയിലാണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ബുഖാരിയു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. മക്കി എന്ന് പറയും, മദനി, സൂറത്ത് മദനി എന്ന് പറയും. സൂറത്ത് പറയുമ്പോൾ മദനീയത്തിന് എന്നാ പറയാം. സൂറത്ത് സെലിങ്ങായുണ്ട്, മദനീയത്തിന് എന്ന് പറയും. ആയത്ത് മദനീയത്തിന്, മക്കിയത്തിൻ മദനീയത്തിൻ എന്നൊക്കെ പറയുമ്പോൾ അതിലാണ്. അങ്ങനെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പല സംഗതികളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പഠിച്ചത് ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓരോന്നും പറയുമ്പോൾ, അറിവ് പറയുന്ന സംഗതികളെല്ലാം നമ്മൾ ചിന്തിച്ച് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പറയുമ്പോൾ അതെല്ലാം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഖുർആൻ വായിക്കുമ്പോൾ ആ രീതിയിൽ ഖുർആൻ വായിക്കുക, ചിന്തിക്കുക, പഠിക്കുക. മാത്രമല്ല ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കിട്ടും. അറബി ഭാഷയിൽ അങ്ങോട്ട് സെർച്ച് ചെയ്യാനോ ബ്രൗസ് ചെയ്യാനോ തുടങ്ങിയാൽ. ചാറ്റ് GPT ആരെങ്കിലും അറബിയിൽ സെർച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ വരും. ചോദിക്കും. അതായത് ചാറ്റ് GPT ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യുന്നത്, കിട്ടാത്ത അർത്ഥമൊക്കെ ചോദിക്കും ചാറ്റ് ജിപിടിയോട്. കിട്ടാത്ത അർത്ഥമൊക്കെ ചോദിക്കും ചാറ്റ് ജിപിടിയോട്. കിട്ടാത്ത അർത്ഥം മാത്രമല്ല, നമ്മളൊരു വിഷയം അറബിയുമായി ഖുറാനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഖുറാൻ ഹദീസുമായി ഇസ്ലാമിക വിഷയങ്ങളാണെങ്കിൽ അറബിയിൽ സെർച്ച് ചെയ്യും. അറബി സെർച്ച് ചെയ്യുമ്പോൾ വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാത്ത അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കും ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ചാറ്റ് GPT പിന്നെ ചോദിച്ചാൽ തിരിച്ചു തരും ലാംഗ്വേജ് കട്ടിയാക്കുന്നത്. നമ്മൾ നല്ല സാഹിത്യ വാക്ക് കൊടുത്താൽ അത് പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും സാഹിത്യ വാക്കുകളായിരിക്കും പറയുക. നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ സെർച്ച് ചെയ്താൽ സിമ്പിൾ ലാംഗ്വേജ് വരും. ഇനി അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് മനസ്സിലായില്ലെങ്കിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞു തന്നെ ഇംഗ്ലീഷിലാക്കി തരും. അത് മനസ്സിലായില്ലെങ്കിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ മലയാളം എന്ന് ചോദിച്ചാൽ ഈ മലയാളത്തിലാക്കി തരുമോന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലും മതി. അപ്പം മലയാളത്തിൽ തരും. മലയാളീകരിക്കുമ്പോൾ പലപ്പോഴും ചില സ്ഖലിതങ്ങൾ ഉണ്ടാകും. പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം എല്ലാ കണ്ടന്റും എന്തില്ല,
മലയാളത്തിലില്ല. കണ്ടന്റ് മലയാളത്തിലുണ്ടെങ്കിൽ മലയാളത്തിൽ എടുക്കാൻ എളുപ്പം. കണ്ടന്റ് അറബിയിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നൊക്കെയാണ് മാറ്റുന്നതെങ്കിൽ അവിടെ ഈ മാറ്റുന്ന സമയത്ത് ചില ഇതൊക്കെ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അറബിയും പഠിക്കാം, ഇംഗ്ലീഷും പഠിക്കാം, മറ്റേ ഏതും പഠിക്കാം. ഏത് സബ്ജക്ട് വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെയ്താൽ, ആ ലാംഗ്വേജ് ചെയ്താൽ, പ്രത്യേകിച്ച് ഇസ്ലാം വിഷയങ്ങൾ അറബി ലാംഗ്വേജ് ചെയ്താൽ നമുക്കത് ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സംശയമുള്ള എന്ത് ചെയ്യാം, പിന്നെ ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ പഠിക്കുന്ന പദങ്ങൾ പ്രാക്ടീസിലേക്ക് നമ്മളെ എന്താ പറയുക, നമ്മളെ ഉപയോഗപ്രദമായ രീതിയിൽ, പ്രയോജനപ്രദമായ രീതിയിൽ കൊണ്ടുവരിക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ അത് ഹയാത്തിൽ നിൽക്കുള്ളൂ. അതിനെന്താവും, അത് ഡെഡായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. السلام عليكم.